ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. അപ്പൊ ഈ ചെയ്ത പ്രോബ്ലംസിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് എ ലൈൻ പാരലൽ ടു ബോത്ത് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. പിന്നെ നമ്മൾ ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി പാരലൽ ടു വി പി ചെയ്തു. ലൈൻ പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി ചെയ്തു. ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി, ലൈൻ ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി ചെയ്തു. ലൈൻ സിറ്റുവേറ്റഡ് ഓൺ ബോത്ത് എച്ച് പി ആൻഡ് വി പി. അപ്പൊ ഇതുപോലത്തെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി ചെയ്യാനുള്ളത് എ ലൈൻ വിച്ച് ഇസ് ഇൻക്ലൈൻ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ. അതാണ് ഇനി ചെയ്യാൻ ബാക്കിയുള്ളത്. അപ്പൊ ഇതുവരെ ചെയ്തുള്ള പ്രോബ്ലത്തിലെ പ്രത്യേകത എന്തായിരുന്നു? ഏതെങ്കിലും ഒരു റെഫറൻസ് പ്ലെയിനിന് പാരലായിരുന്നു നമ്മുടെ ലൈൻ എപ്പോഴും, അല്ലെ? ആദ്യത്തേതില് രണ്ട് റെഫറൻസ് പ്ലെയിനും പാരലായിരുന്നു. പിന്നെ നമ്മൾ വി പിക്ക് പാരല പെർപെൻഡിക്കുലർ ടു എച്ച് പി, എച്ച് പിക്ക് പാരല പെർപെൻഡിക്കുലർ ടു വി പി. പിന്നെ ലൈൻ ഇൻക്ലൈൻഡ് ലൈൻസ് നോക്കി, പക്ഷെ അപ്പോഴും ഒരു റെഫറൻസ് പ്ലെയിനിന് പാരലായിരുന്നു. അപ്പൊ ഇനി നോക്കാൻ പോകുന്നത് രണ്ട് റെഫറൻസ് പ്ലെയിനും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻസിന്റെ പ്രോബ്ലം ആണ്. പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം ഇതുവരെ ചെയ്തത്. കാരണം ലൈൻ വിച്ച് ഇസ് ഇൻക്ലൈൻ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ, അത് നമ്മൾക്ക് അതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കണമെങ്കിൽ ഇതുവരെ ചെയ്ത മെത്തേഡ്സിന്റെ ഒക്കെ ഒരു റീക്യാപ്പ് ആവശ്യമാണ്. കാരണം അതിലെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കുക. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ഒരു ജസ്റ്റ് റീക്യാപ്പ് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കിയത് ലൈൻ വിച്ച് ഇസ് പാരലൽ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈൻ എ ബി കാണാം വിച്ച് ഇസ് പാരലൽ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. എച്ച് പിയും വി പി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് പാരലാണ് നമ്മുടെ ലൈൻ എ ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കുക? നമ്മൾ എപ്പോഴും ഈ ഒരു ഡയറക്ഷൻ നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഒബ്സർവർ എപ്പോഴും ഈ എഫ് എന്നുള്ള ഡയറക്ഷൻ നോക്കുക. അപ്പൊ അങ്ങനെ ഫ്രണ്ട് വ്യൂ നടക്കുന്ന സമയത്ത് നമ്മൾ പ്രൊജക്ടേഴ്സ് വരക്കും. എ ബി എന്നുള്ള രണ്ട് പോയിന്റിൽ നിന്നും പ്രൊജക്ടേഴ്സ് വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടും, എ ഡാഷ് ബി ഡാഷ്. അപ്പൊ ഫ്രണ്ട് വ്യൂ എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ വിത്ത് എ ക്യാപ്. എ ഡാഷ് ബി ഡാഷ് എന്ന് നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടും. ഇനി നമ്മൾ ടോപ്പ് വ്യൂ മുകളിൽ നോക്കുക. ടി എന്നുള്ള ഡയറക്ഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടുന്ന് നോക്കുന്ന സമയത്ത് താഴോട്ട് പ്രൊജക്ഷൻ ലൈൻസ് നമ്മൾ വരച്ചിട്ട് എച്ച് പിയിൽ അതിന്റെ ടോപ്പ് വ്യൂ എ ബി ഫോം ചെയ്യും. അപ്പൊ ഇതാണ് ഒരു ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിനിന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് വ്യൂന്റെയും ടോപ്പ് വ്യൂന്റെയും റെപ്രസെന്റേഷൻ. ഇനി ഇതിന്റെ പ്രൊജക്ഷൻ, ആക്ച്വൽ പ്രൊജക്ഷൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ വരയ്ക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. എങ്ങനെയാ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഒരു എക്സ് വൈ ലൈൻ വരച്ചു. ഹൊറിസോണ്ടലി ഒരു എക്സ് വൈ ലൈൻ വരച്ചിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിന്റെ പ്രൊജക്ഷൻ എപ്പോഴും തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. അപ്പൊ എ എന്നുള്ള പോയിന്റ് പ്രൊജക്ഷൻ ആണ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻസ് വരക്കാം. എ ഡാഷ് അത് ഹൗ ഫാർ ഇറ്റ് ഈസ് ഫ്രം ദ എച്ച് പി. എച്ച് പി താഴെയും വി പി മുകളിലായിരിക്കും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ വരിക. അപ്പം എ ഡാഷ് എന്നുള്ള പോയിന്റ് അല്ലെങ്കിൽ ആ പോയിന്റ് എച്ച് പിന്ന് എത്ര എബവ് ആണ് എന്ന് നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷിൽ കാണാം. അത് വി പിന്ന് എത്ര ഇൻ ഫ്രണ്ട് ആണെന്ന് അതിന്റെ ടോപ്പ് വ്യൂ എയിൽ കാണാൻ പറ്റും. അപ്പൊ എ എന്നുള്ള പോയിന്റ് പ്രൊജക്ഷൻ വരച്ചു. ഇനി നമ്മൾക്ക് ഇത് ഡിഫറെന്റ് രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, എ ബി എന്നുള്ള ലൈന്, അതാണ് അതിന്റെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. എ ബിയുടെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് എ ബി ആ ലൈനിന്റെ ലെങ്ത് ആണ്. അത് നമുക്ക് ഈ 3D വ്യൂവിൽ എ ബിയിൽ എപ്പോഴും ട്രൂ ലെങ്ത് കാണാൻ പറ്റും. ഇനി വെൻ എ ലൈൻ ഈസ് പാരലൽ ടു വൺ പ്ലെയിൻ, ഏതെങ്കിലും ഒരു പ്ലെയിനിന് ആ ലൈൻ പാരലൽ ആണെങ്കിൽ ആ പ്ലെയിനിൽ കാണുന്ന അതിന്റെ പ്രൊജക്ഷൻ ട്രൂ ലെങ്ത് ആയിരിക്കും. അപ്പൊ ഇവിടെ എ ബി ലൈൻ ഈസ് പാരലൽ ടു വി പി, അല്ലെ? വി പിക്ക് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ വി പിയിൽ ഫോം ചെയ്യുന്ന വ്യൂ ഏതാണ്? വി പിയിൽ എപ്പോഴും ഫ്രണ്ട് വ്യൂ ആണ് ഫോം ചെയ്യുക. ഫ്രണ്ട് വ്യൂ നമുക്ക് ട്രൂ ലെങ്ത് ആയി കിട്ടും. അപ്പൊ നമ്മൾക്ക് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആണെന്ന് കാണാൻ പറ്റും. അതേപോലെ ഈ ലൈൻ, ദിസ് ലൈൻ ഇസ് പാരലൽ ടു എച്ച് പി. അപ്പൊ എച്ച് പിയിൽ കാണുന്ന വ്യൂ എപ്പോഴും ടോപ്പ് വ്യൂ ആണ്. അപ്പൊ ടോപ്പ് വ്യൂവിൽ നമ്മൾക്ക് ട്രൂ ലെങ്ത് കാണാൻ പറ്റും. അപ്പൊ ഈ സ്മോൾ ലെറ്റർ എ ബി എന്ന് പറയുന്ന പ്രൊജക്ഷൻ, അതായത് എ ബി എന്നും ട്രൂ ലെങ്ത് ആണ്. അപ്പൊ നമ്മൾക്ക് ജസ്റ്റ് ട്രൂ ലെങ്ത് അറിയാം, ഈ ലൈൻ പാരലൽ ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് അത് സിമ്പിൾ ആയിട്ട് വരക്കാം. ലൈൻ എച്ച് പിക്ക് പാരലൽ ആണെന്ന് പറഞ്ഞു. ലൈൻ ഇസ് പാരലൽ ടു എച്ച് പി. അപ്പൊ ഫ്രണ്ട് വ്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിന് എക്സ് വൈ ലൈനിന് പാരലൽ ആയിട്ടായിരിക്കും ആ ലൈൻ കാണുക. അപ്പൊ നമുക്ക് ഇവിടെ ബി ഡാഷ് കിട്ടും. അതേപോലെ ലൈൻ പാരലൽ ടു വി പി ആണ്. അപ്പൊ ഈ ലൈനും ഇറ്റ് വിൽ ബി പാരലൽ ടു എക്സ് വൈ ലൈൻ. അപ്പൊ ഇവിടെ നമുക്ക് ബി കിട്ടും. പിന്നെ നമുക്കത് മാർക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾക്ക് ട്രൂ ലെങ്ത് അറിയാം. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ട്രൂ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഈ ബി ഡാഷ്
ഈ എക്സ് വൈ ലൈനിന് ബി ഡാഷിലേക്കും എ ഡാഷിലേക്കും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ, കാരണം എച്ച് പിക്ക് പാരലാണ്. അതുപോലെ എക്സ് വൈ ലൈനിന് എയിലേക്കും ബിയിലേക്കും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും, കാരണം ലൈൻ ബി പിക്ക് പാരലാണ്. അപ്പൊ ഇതുപോലെ ഡിഫറെന്റ് രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊജക്ഷൻ വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്? എ ഡാഷ് ബി ഡാഷ് തിക്ക് ലൈൻ ഉപയോഗിച്ച് വരക്കാം, എ ബി തിക്ക് ലൈൻ ഉപയോഗിച്ച് വരക്കാം. പിന്നെ അതിന്റെ ഡയമെൻഷൻസ് എക്സ്റ്റൻഷൻ ലൈൻ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുക. എത്രയാണോ തന്നിരിക്കുന്നത് ട്രൂ ലെങ്ത് അത് എത്രയാണ് നോക്കാം. 60 mm ആണെങ്കിൽ ഇവിടെ 60 mm ട്രൂ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ഈ പോയിന്റ് ഗിവൺ ഡാറ്റാസ് ഒക്കെ ഡയമെൻഷൻ ചെയ്യണം. അപ്പൊ നമുക്ക് ഈ പോയിന്റ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഹൗ ഫാർ ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഹൗ എബവ് ഇറ്റ് ഈസ് ഫ്രം എച്ച് പി എന്നും ഹൗ ഇൻ ഫ്രണ്ട് ഇറ്റ് ഈസ് ഫ്രം വി പി എന്നും ഇവിടെ തന്നിരിക്കുന്ന ഡയമെൻഷൻസ് പി ക്യൂ അത് എത്രയാണോ അത് മാർക്ക് ചെയ്യാം. ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് ഡയമെൻഷൻ. അപ്പൊ ഇവിടെ ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി, ലൈൻ ഈസ് പാരലൽ ടു വി പി. അപ്പോൾ ഫ്രണ്ട് വ്യൂയിലും ടോപ്പ് വ്യൂയിലും നമ്മൾക്ക് ട്രൂ ലെങ്ത് കിട്ടും. ട്രൂ ലെങ്ത് നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആ വ്യൂ നമ്മൾക്ക് ആദ്യം വരയ്ക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട്. കാരണം നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് എ എന്നുള്ള പോയിന്റ് പ്രൊജക്ഷൻ കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ എ നമുക്ക് കറക്റ്റ്ലി എ ഡാഷും എയും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അവിടുന്ന് നമുക്ക് ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ, ഈ ഇത് ഇൻക്ലൈൻഡ് ലൈൻ അല്ല, പാരലൽ ലൈൻ ആണ്. ട്രൂ ലെങ്ത് അറിയാം. ആ ട്രൂ ലെങ്ത് വെച്ചിട്ട് നമുക്ക് ലൈൻ സെഗ്മെന്റ് വരച്ചിട്ട് അവിടെ നമുക്ക് ബി ഡാഷും ബിയും വരക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ വരച്ചത്. ഇനി കൺസിഡർ ലൈൻ വിച്ച് ഇസ്, ഇപ്പൊ ഈ ഒരു ലൈൻ നോക്കാം. ഇപ്പൊ ഈ കേസിൽ എ ബി എന്നുള്ള ലൈനിന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറഞ്ഞ. എ ബി വെർട്ടിക്കൽ പ്ലെയിനിന് എങ്ങനെയാണ്? ഇറ്റ് ഈസ് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. നേരത്തെ പോലെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിന്റെ പ്രൊജക്ഷൻ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും, എ ഡാഷ് ബി ഡാഷ്. ആൻഡ് മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടും. ഈ കേസിൽ ടോപ്പ് വ്യൂ ഒരു പോയിന്റ് ആയിരിക്കും അല്ലെ, കാരണം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈന് നമ്മൾ മുകളിൽ നിന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരൊറ്റ പോയിന്റിൽ മാത്രമേ കാണുള്ളൂ, കാരണം ദാറ്റ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് കാണുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ കേസിൽ ലൈൻ വി പിക്ക് എന്താണ്? വെർട്ടിക്കൽ പ്ലെയിൻ നോക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആണ് നമ്മുടെ ലൈൻ അല്ലെ. ലൈൻ ഈസ് പാരലൽ ടു വി പി. ഇപ്പൊ വി പിയിൽ ഫോം ചെയ്യുന്ന വ്യൂ ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ട്രൂ ലെങ്ത് കാണാൻ പറ്റും. ട്രൂ ലെങ്ത് അതായത് എ ബി എന്ന് പറയുന്ന ആ ലെങ്ത് തന്നെ ആയിരിക്കും എ ഡാഷ് ബി ഡാഷ് എന്നും. അത് ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ ആയിരിക്കും. ഇനി ലൈൻ പാരലൽ ടു എച്ച് പി ആണോ? ഈ കേസിൽ പാരലൽ ടു എച്ച് പി അല്ല, പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണ്. അപ്പൊ എച്ച് പിയിൽ കാണുന്നത് നമുക്ക് ട്രൂ ലെങ്ത് കാണാൻ പറ്റില്ല. ഇൻഫാക്ട് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആയതുകൊണ്ട് നമുക്ക് ഒരു ലെങ്ത് കാണാൻ പറ്റില്ല, അവിടെ ഒരു പോയിന്റ് ആയിട്ടാണ് കാണുന്നത്. ഇനി ഇഫ് ഇറ്റ് വാസ് ഇൻക്ലൈൻ ടു എച്ച് പി നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു റെഡ്യൂസ്ഡ് ലെങ്ത് കാണാൻ പറ്റും അല്ലെ, അപ്പാരന്റ് ലെങ്ത് കാണാൻ പറ്റും. അപ്പൊ ഈ കേസിൽ പെർപെൻഡിക്കുലർ ആണ്, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വി പിയിൽ ഫ്രണ്ട് വ്യൂയിലാണ് നമുക്ക് ഇതിന്റെ എക്സാക്ട് ലെങ്ത് ട്രൂ ലെങ്ത് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ വരക്കാം? ഞാനിത് ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ പറയുന്നതാണ്. നിങ്ങൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എക്സ് വൈ ലൈൻ വരച്ചു, ഏതെങ്കിലും ഒരു പോയിന്റ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ടാവും. അപ്പം എ ആണെങ്കിൽ അതിന്റെ എ ഡാഷ് വെർട്ടിക്കൽ പ്ലെയിനിൽ വരും, അതിന്റെ എ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരും. ഇത്രയും വരച്ചതിന് ശേഷം ഈ ലൈന് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലാണ്. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിനിൽ ഇതിന്റെ ട്രൂ ലെങ്ത് കാണാൻ പറ്റും. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിനിൽ അതെങ്ങനെയാണ്? എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ തിക്ക് ലൈൻ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ആക്ച്വൽ പ്രൊജക്ഷൻ ബി ഡാഷ് വരച്ചു. ഇനി നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് എ കാണാം, പക്ഷെ അത് എ ഹിഡൻ ആയിരിക്കും. അപ്പൊ നമ്മളത് ബ്രാക്കറ്റിൽ വരച്ചു. ബി ആണ് കാണുക, അപ്പൊ ബി പുറത്ത് വരച്ചു. അപ്പൊ ഇതാണ് എ ബി, ഒരു സിംഗിൾ പോയിന്റ് ആയിട്ടായിരിക്കും നമുക്ക് ആ ലൈനിനെ മുകളിൽ നോക്കുമ്പോൾ കാണുന്നത്. ഇനി ഇത് ഡയമെൻഷൻ ചെയ്യാം. ഇതാണ് ഇതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കേസിലും നമ്മൾക്ക് ഒരു വ്യൂവിൽ ട്രൂ ലെങ്ത് കാണാം. അത് ഏത് വ്യൂവിലാണ്? ദ ലൈൻ ഈസ് പാരലൽ ടു വി പി. അപ്പൊ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ട്രൂ ലെങ്ത് കാണാം. അപ്പൊ നമ്മൾ എൻഡ് പോയിന്റ് ഏതെങ്കിലും തന്നിരിക്കുന്ന എൻഡ് പോയിന്റ് എ ആണ്. അപ്പൊ എ വരച്ചിട്ട് ട്രൂ ലെങ്ത് മാർക്ക് ചെയ്തു, അതിന്റെ ഓറിയന്റേഷൻ വിത്ത് എച്ച് പി നോക്കിയിട്ട് മാർക്ക് ചെയ്തു. ഇവിടെ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. അപ്പൊ ലൈൻ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈന് നമ്മൾ ട്രൂ ലെങ്ത്തിൽ മാർക്ക് ചെയ്തു, നമ്മൾ അതിന്റെ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ചെയ്യുക. പിന്നെ നമ്മൾ നോക്കിയ പ്രോബ്ലം പെർപെൻഡിക്കുലർ ടു പെർപെൻഡിക്കുലർ ടു വി പി ആണെങ്കിൽ ഇതേപോലെ പ്രൊജക്ഷൻ വെർട്ടിക്കൽ പ്ലെയിനിൽ ഫ്രണ്ട് വ്യൂ ഒരു പോയിന്റ് ആയിട്ട് കാണാം. ടോപ്പ് വ്യൂ എച്ച് വിയിൽ നമ്മൾക്ക് എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് കാണാം. ഇതിന്റെ പ്രൊജക്ഷൻസ് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെയാണ്. ഇത് ഞാൻ വീണ്ടും വരക്കുന്നില്ല. എങ്ങനെ വരും ഇതിന്റെ പ്രൊജക്ഷൻ? റഫ് ആയിട്ട് വരക്കുകയാണെങ്കിൽ എക്സ് വൈ
ഇപ്പം ഇവിടെയാണ് വരക്കുന്നതെങ്കിൽ ഇത് എ എന്ന് വരും, ഇവിടെ എ ഡാഷ് വരും. എന്നിട്ട് നമ്മൾ വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ബി വരച്ചു. ഇവിടെ ബി ആയിരിക്കും നമ്മൾക്ക് ബി ആണോ കാണുക, എ ആണോ കാണുക? ഇവിടെ നോക്കുമ്പോൾ ബി ഡാഷ് അല്ലെ, ഇവിടുന്ന് ഈ സൈഡ് ഇവിടുന്നാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കാണാം ബി ആണ് കാണുക. അപ്പൊ ബി വിസിബിൾ ആണ്, എ ഇൻവിസിബിൾ ആണ്. എ ഡാഷ് അല്ല, എ ഇൻവിസിബിൾ ആണ്. അത് ബ്രാക്കറ്റിൽ ചെയ്തു. ഇനി അതിന്റെ ഡയമെൻഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. അഗെയിൻ ഹിയർ ദ ലൈൻ ഇസ് പാരലൽ ടു എച്ച് പി. അപ്പം എച്ച് പിക്ക് പാരലൽ ആണ്. അപ്പൊ എച്ച് പിയിൽ ഫോം ചെയ്യുന്ന വ്യൂ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂല് നമുക്ക് ട്രൂ ലെങ്ത് കാണും. ടോപ്പ് വ്യൂല് ട്രൂ ലെങ്ത് കാണും എന്ന് പറയുമ്പോൾ എ ബി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ബി ട്രൂ ലെങ്ത്. പക്ഷെ എ ഡാഷ് ബി ഡാഷ് ട്രൂ ലെങ്ത് ആയിരിക്കില്ല, കാരണം ലൈൻ ഇസ് നോട്ട് പാരലൽ ടു വി പി. ഇൻഫാക്ട് പെർപെൻഡിക്കുലർ ടു വി പി ആണ്. ഒരു സിംഗിൾ പോയിന്റിലായിരിക്കും നമ്മൾ കാണുക. ഇനി അതുപോലെ ഇൻക്ലൈൻഡ് ലൈൻസ് ആണെങ്കിൽ എങ്ങനെയാ വരിക? നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ഉണ്ട്. വി ആർ കൺസിഡറിങ് എ ലൈൻ എ ബി വിച്ച് ഇസ്, ഈ കേസിൽ എങ്ങനെയാ വരിക? ഇറ്റ് ഈസ് പാരലൽ ടു വി പി ബട്ട് ഇൻക്ലൈൻഡ് ടു എച്ച് പി. അപ്പൊ എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ എപ്പോഴും എവിടുന്ന നോക്കുക? ഇൻ ഫ്രണ്ട് ഓഫ് വി പി നോക്കും. അപ്പൊ നമ്മൾക്ക് പ്രൊജക്ഷൻസ് വി പിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി പിയിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യും. ഇനി മുകളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രൊജക്ടേഴ്സ് എച്ച് പിയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിന്റെ ടോപ്പ് വ്യൂ എച്ച് പിയിൽ ഫോം ചെയ്യും. അപ്പൊ ഈ കേസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾക്ക് ലൈനിന്റെ ട്രൂ ലെങ്ത് എ ബി നമ്മൾക്കറിയാം. അത് ഏതിനായിരിക്കും അത് ഈക്വൽ ആയിരിക്കുക? ഏതെങ്കിലും വ്യൂവില് അതിന്റെ ട്രൂ ലെങ്ത് കാണാൻ പറ്റുമോ? നോക്കുക. ദ ലൈൻ ഈസ് പാരലൽ ടു വി പി. പാരലൽ ടു വി പി ആകുമ്പോൾ വി പിയിൽ ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യും. ഫ്രണ്ട് വ്യൂവിന് ട്രൂ ലെങ്ത് ആയിരിക്കും. അപ്പൊ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ട്രൂ ലെങ്ത് ആയിട്ട് കാണാൻ പറ്റും. ഇനി എച്ച് പിയുടെ കേസ് നോക്കാം. എച്ച് പിക്ക് ഇത് ഇൻക്ലൈൻഡ് ആണ്. ദർ ഈസ് ആൻ ഇൻക്ലിനേഷൻ തീറ്റ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെ. ഹൊറിസോണ്ടൽ പ്ലെയിനിന് തീറ്റ എന്നുള്ള ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ എ ബി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ട്രൂ ലെങ്ത്. അപ്പൊ എ ബി എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും ട്രൂ ലെങ്ത് കാണില്ല. കാരണം ഇതിന്റെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് പാരലൽ ആയിട്ടുള്ള റെഫറൻസ് പ്ലെയിനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എ ഡാഷ് ബി ഡാഷിൽ നമുക്ക് ട്രൂ ലെങ്ത് അതേ ലെങ്ത് തന്നെ കാണാൻ പറ്റും. മുകളിൽ നോക്കുന്ന സമയത്ത് പക്ഷെ when we draw the projectors we will see an apparent or reduced length അല്ലെ. നമുക്ക് reduced length ആയിട്ട് കാണാൻ പറ്റും എ ബി, that is less than the true length. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊജക്ഷൻ വരിക. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊജക്ഷൻ എങ്ങനെയാ വരക്കുക? ഇതിന്റെ പ്രൊജക്ഷൻ വരക്കാനും എളുപ്പമായിരുന്നു. നമ്മൾ എക്സ് വൈ ലൈൻ മാർക്ക് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റിന്റെ പ്രൊജക്ഷൻ എ ഡാഷ് എ നമുക്ക് വരക്കാം. കാരണം അത് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഹൗ above and how in front എന്ന് നമുക്ക് അറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് ആദ്യം വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും തന്നിട്ടുണ്ടാവും അല്ലെ. ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു എച്ച് പി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു കൺസ്ട്രക്ഷൻ ലൈൻ ഹൊറിസോണ്ടലി വരച്ചിട്ട് അവിടുന്ന് നമുക്ക് എത്രയാണോ ഇൻക്ലിനേഷൻ തീറ്റ തന്നിരിക്കുന്നത് അത് നോക്കിയിട്ട് നമുക്ക് ട്രൂ ലെങ്ത് മെഷർ ചെയ്തിട്ട് ഈ ബി ഡാഷ് എന്നുള്ള, കാരണം എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ട്രൂ ലെങ്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ എ ഡാഷ് ബി ഡാഷ് വരക്കാം. ഈ ആംഗിൾ തീറ്റ അഗെയിൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും വരക്കാം. ഇത് വരച്ചു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ ടോപ്പ് വ്യൂ വരക്കാൻ എളുപ്പമാണ്. കാരണം ബി ഡാഷിന്റെ അതേ പ്രൊജക്ടേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുക. അതൊരു തിൻ ലൈൻ ആയിട്ട് നിങ്ങൾ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് എ എന്നൊരു ലൈൻ പാരലൽ ടു എക്സ് വൈ ലൈൻ വരക്കുക. കാരണം എന്താ? ദിസ് ലൈൻ ഈസ് പാരലൽ ടു വി പി. പാരലൽ ടു വി പി ആകുമ്പോൾ വി പി എന്ന് രണ്ട് എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പോൾ എക്സ് വൈ ലൈനിന് പാരലൽ ആയിട്ടായിരിക്കും അതിന്റെ ടോപ്പ് വ്യൂ വരുന്നത്. അപ്പോൾ ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരക്കുക, ബി ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ ഓഫ് എൻഡ് പോയിന്റ് ബി എന്ന് പറയുന്നത് കിട്ടുക. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൊജക്ഷൻ. ഇതാണ് ആക്ച്വൽ പ്രൊജക്ഷൻ. അത് തിക്ക് ലൈൻ ഉപയോഗിച്ച് വരക്കുക. ഇനി ഇത് ഡയമെൻഷൻ ചെയ്യുക. തീറ്റ ഡയമെൻഷൻ ചെയ്യണം, ട്രൂ ലെങ്ത് ഡയമെൻഷൻ ചെയ്യണം, പിന്നെ എയുടെ ഡിസ്റ്റൻസ് ഫ്രം എക്സ് വൈ ലൈൻ ഡയമെൻഷൻ ചെയ്യണം. ഇത്രയും ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊജക്ഷൻ നമുക്ക് വരക്കാം. സോ ഒരു ഇൻക്ലൈൻഡ് ലൈനും നമുക്ക് സിമ്പിൾ ആയിട്ട് വരക്കാം ഇഫ് ഇറ്റ് ഈസ് പാരലൽ ടു ദി അതർ പ്ലെയിൻ. അപ്പൊ ഇവിടെ പാരലൽ ടു വി പി ആയിരുന്നു ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി. അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂവില് പാരലൽ ടു വി പി ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ട്രൂ ലെങ്ത് കാണാം. അപ്പോൾ ഏതെങ്കിലും ഒരു എൻ പോയിന്റിന്റെ പ്രൊജക്ഷൻ വരച്ചിട്ട്
നമ്മൾക്ക് അതിന് ട്രൂ ലെങ്ത് ആ വ്യൂവിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വ്യൂസും എളുപ്പത്തിൽ വരക്കാൻ പറ്റുമായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള കേസ് എന്തായിരുന്നു? നമ്മൾ ലൈൻ വിച്ച് ഇസ് പാരലൽ ടു, ഇപ്പൊ ഈ കേസ് നോക്കാം, എ ബി എന്ന് പറയുന്നത് എച്ച് പിക്ക് പാരലൽ ആണ്, ബട്ട് ഇറ്റ് ഇസ് ഇൻക്ലൈൻ ടു വി പി. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ഫ്രണ്ട് വ്യൂ വി പിയിൽ ഫോം ചെയ്യും. മുകളിൽ നോക്കുമ്പോൾ അതിന്റെ പ്രൊജക്ടർ താഴോട്ട് എച്ച് പിയിലേക്ക് പോയിട്ട് അതിന്റെ ടോപ്പ് വ്യൂ എ ബി ഫോം ചെയ്യും. അപ്പൊ ഈ കേസിൽ എങ്ങനെയാ വരിക? ദ ലൈൻ ഇസ് ഇൻക്ലൈൻ ടു വി പി. അപ്പൊ വി പിക്ക് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, അത് ഫൈ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പം ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. ദാറ്റ് വിൽ ബി ലെസ് ദാൻ ട്രൂ ലെങ്ത്. ഇനി എച്ച് പിക്കോ ലൈൻ ഇസ് പാരലൽ ടു എച്ച് പി, അതായത് എ ബി എന്ന് പറയുന്ന ഇത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ എ ബി. അപ്പൊ എച്ച് പിയിൽ ഇതിന്റെ ട്രൂ ലെങ്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ ടോപ്പ് വ്യൂവിൽ അതിന്റെ ട്രൂ ലെങ്ത് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻസ് എങ്ങനെയാ വരക്കുക? ആദ്യം എക്സ് വൈ ലൈൻ വരച്ചിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് either എ ഓർ ബി അതിന്റെ പ്രൊജക്ഷൻ, അത് ഹൗ above it is from horizontal plane and how in front it is from vertical plane, ഇത് തന്നിട്ടുണ്ടാവും. അത് ആദ്യം മാർക്ക് ചെയ്യുക. എന്നിട്ട് ഏത് വ്യൂവിലാണ് ട്രൂ ലെങ്ത് കാണുക? ഇവിടെ ദ ലൈൻ ഇസ് പാരലൽ ടു എച്ച് പി. അപ്പൊ ട്രൂ ലെങ്ത് വിസിബിൾ ആയിരിക്കുന്നത് അതിന്റെ ടോപ്പ് വ്യൂവിലാണ്, എ ബിയിലാണ്. അപ്പൊ ഈ എ എന്നുള്ള പോയിന്റിൽ നിന്ന് തന്നിരിക്കുന്ന ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു വി പി നോക്കിയിട്ട് നമ്മൾക്ക് ലൈൻ ബി ഡാഷ് വരയ്ക്കാം. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്ത് നമ്മുടെ പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്ത് ഫൈ ആയിരിക്കും. ഇത് നമ്മൾക്ക് ട്രൂ ലെങ്ത് ആണ്, എ ബി എന്നുള്ള അതിന്റെ ട്രൂ ലെങ്ത്. ബി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ബിയുടെ ബി എന്ന് പറഞ്ഞ പോയിന്റ് പ്രൊജക്ഷൻ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ ആയിട്ട് വരയ്ക്കാം. സോറി, നമുക്കൊന്ന് ബി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ബി ഡാഷിന്ന് പ്രൊജക്ഷൻ ലൈൻ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ ആയിട്ട് വരക്കാം. ഇനി ദ ലൈൻ ഈസ് പാരലൽ ടു ഏതിൽ എച്ച് പി, പാരലൽ ടു എച്ച് പി ആകുമ്പോൾ എച്ച് പിന്ന് എ ഡാഷിലേക്കും ബി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഓറൽസ് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ പാരലൽ ലൈൻ ടു എക്സ് വൈ. അപ്പൊ നമുക്ക് ഈ ബി ഡാഷ് എന്നുള്ള പോയിന്റ് ഇങ്ങനെ ഈ ഇന്റർസെക്ഷൻ പോയിന്റിൽ കിട്ടും. അതായത് എ ഡാഷ് ബി ഡാഷ്, എ ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസും ബി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും ഫ്രം ദ എക്സ് വൈ ലൈൻ. അപ്പൊ നമുക്ക് കിട്ടി ഇത് ഈ എ ഡാഷ് ബി ഡാഷും എ ബിയും തിക്ക് ലൈൻ ഉപയോഗിച്ചിട്ട് വരക്കുക, എന്നിട്ട് ഡയമെൻഷൻ ചെയ്യുക, കംപ്ലീറ്റ് ആവും പ്രൊജക്ഷൻ. അപ്പൊ ഈ കേസിലൊക്കെ ഏത് വ്യൂവിലാണോ അല്ലെങ്കിൽ ഏത് റെഫറൻസ് പ്ലെയിനിലാണോ നമ്മുടെ ലൈന് പാരലൽ ആയിട്ടിരിക്കുന്നത് ആ റെഫറൻസ് പ്ലെയിനിൽ നമ്മൾക്ക് കിട്ടുന്ന പ്രൊജക്ഷൻ ട്രൂ ലെങ്ത് അല്ലെങ്കിൽ ട്രൂ ഇൻക്ലിനേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രൊജക്ഷൻ വരയ്ക്കാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഡയറക്ട്ലി നമ്മുടെ പ്രൊജക്ഷൻ വരയ്ക്കാൻ പറ്റും. ഇനി വെൻ എ ലൈൻ ഇസ് ഇൻക്ലൈൻ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ, അതാണ് അടുത്ത കേസ് എന്ന് പറയുന്നത്. ലൈൻ ഇസ് അതെങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ലൈൻ ഇസ് പാരലൽ ഇൻക്ലൈൻ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ. ഓക്കെ, നമ്മൾക്കപ്പോൾ ഇനി എ ലൈൻ വിച്ച് ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ, എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈനിന്റെ പ്രൊജക്ഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിവിടെ ലെറ്റ്സ് കൺസിഡർ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് എ ലൈൻ എ ബി വിച്ച് ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലെയിൻസ്. അപ്പോൾ ഈ എ ബിയുടെ പ്രൊജക്ഷൻ എങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു ലൈനിന്റെ പ്രൊജക്ഷൻ വരയ്ക്കുക? നമ്മൾ അതിനെ ഫ്രണ്ട് നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൊജക്ടേഴ്സ് രണ്ട് എൻഡ് പോയിന്റ് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് വരച്ചിട്ട് അവിടെ നമ്മൾ അതിന്റെ ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യും, എ ഡാഷ് ബി ഡാഷ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ദിസ് ലൈൻ എ ബി ഈസ് ഇൻക്ലൈൻ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെ, ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ നമ്മളിവിടെ ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈൻ വിൽ ബി ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ഡിഗ്രി ടു ദ എച്ച് പി. ഇനി നമ്മൾ ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് വ്യൂ ഫോം ചെയ്തു. ഇനി അതിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ആൽഫ ടു ദ എക്സ് വൈ ലൈൻ. അപ്പൊ എക്സ് വൈ ലൈനിന് പാരലാണ് ഈ ലൈന്, അതിന് ആൽഫ ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ദിസ് തീറ്റ ഈസ് നോട്ട് ഈക്വൽ ടു ആൽഫ. അപ്പൊ ഇൻക്ലിനേഷൻ നമ്മൾ
ഒരു ലൈന് എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ആ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് ബി ഇൻക്ലൈൻഡ് അറ്റ് ദ സെയിം ആംഗിൾ വിത്ത് എക്സ് വൈ ലൈൻ. കാരണം ഈ ലൈന് വി പിക്ക് പാരലൽ ആണെങ്കിൽ നമ്മൾക്ക് ഫ്രണ്ട് വ്യൂവിൽ അതിന്റെ ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും കിട്ടുമായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്, ഇവിടെ ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ലെങ്ത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എ ബി, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എ ബി. അത് ലെസ് ദാൻ എ ബി ആണ്, കാരണം ദ ലൈൻ ഈസ് നോട്ട് പാരലൽ ടു വി പി. ഇനി ഇതിന്റെ ടോപ്പ് വ്യൂ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ടോപ്പ് വ്യൂ നമ്മൾ മുകളിൽ നിന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് പ്രൊജക്ടേഴ്സ് നമ്മൾ എച്ച് പിയിലേക്ക് വരച്ച് അവിടെ അതിന്റെ ടോപ്പ് വ്യൂ ആയ എ ബി ഫോം ചെയ്യും. എഗെയിൻ ഈ ലൈൻ എ ബി എന്ന് പറയുന്നത് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇൻക്ലിനേഷൻ വിത്ത് വി പി ഫൈ കാണാം ഒറിജിനൽ ലൈനിൽ. പക്ഷെ അതിന്റെ പ്രൊജക്ടർ വന്നപ്പോൾ നമ്മൾ എക്സ് വൈ ലൈനിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഫൈ ആയിരിക്കില്ല, അതിനേക്കാളും കൂടുതലായിരിക്കും. അത് ബീറ്റ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, അപ്പാരന്റ് ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ പ്ലെയിൻ. ഇനി അതേപോലെ തന്നെ അതിന്റെ ടോപ്പ് വ്യൂ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് എ ബി എന്നുള്ള ലെങ്ത്, ആൻഡ് ദാറ്റ് ലെങ്ത് ഇസ് ഓൾസോ നോട്ട് ഈക്വൽ ടു ദ ട്രൂ ലെങ്ത് എ ബി. കാരണം എന്താ? ലൈൻ ഇസ് നോട്ട് പാരലൽ ടു എച്ച് പി. എച്ച് പിക്ക് പാരലൽ അല്ല, അതുകൊണ്ട് ആ ടോപ്പ് വ്യൂവിൽ നമ്മൾക്ക് അതിന്റെ ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് വി പിയോ അല്ലെങ്കിൽ അതിന്റെ ട്രൂ ലെങ്തോ കാണാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ വരക്കുകയാണെങ്കിൽ ഇങ്ങനെ വരിക. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ തന്ന പോലെ ക്വസ്റ്റ്യനിൽ എപ്പോഴും നമ്മൾക്ക് 5 പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ടാവും. എ ഡാഷും എ, അതായത് ഒരു പോയിന്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ തന്നിട്ടുണ്ടാവും, പിന്നെ അതിന്റെ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു എച്ച് പി, അതിന്റെ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു വി പി, പിന്നെ അതിന്റെ ട്രൂ ലെങ്ത്. ഇപ്പൊ ഇത്രയും തന്നു കഴിഞ്ഞാൽ ഡയറക്ട്ലി ഈ പ്രോബ്ലം വരക്കാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ആ ബുദ്ധിമുട്ടെന്ന് നോക്കാം. നമ്മൾ ആദ്യം എപ്പോഴും എക്സ് വൈ ലൈൻ വരച്ചു, അത് നമുക്ക് വരക്കാം. അത് കഴിഞ്ഞിട്ട് ഈ എ എന്നുള്ള പോയിന്റിന്റെ എ ഡാഷും എയും അത് എച്ച് പിയിൽ നിന്നും വി പിയിൽ നിന്നും എത്രത്തോളം ദൂരെയാണ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇറ്റ് വിൽ ബി സം ഡിസ്റ്റൻസ് ഫ്രം above HP, it will be some distance in front of VP. അപ്പൊ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എ എന്നുള്ള പോയിന്റ് എക്സാക്ട്ലി വരക്കാം. ഇനി നമുക്ക് ഈ ബി എന്നുള്ള പോയിന്റിന്റെ ബി ഡാഷും ബിയും ഇത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. ആക്ച്വലി അത് ലൊക്കേറ്റ് ചെയ്യാനുള്ള അത്രയും ഡാറ്റ, ഈ ഗിവൺ ഡാറ്റയിൽ നിന്ന് ഈ ബി ഡാഷ് ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? നമ്മൾ ഇതുവരെ എന്താ ചെയ്തിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്ലെയിനിന് പാരലായിരിക്കും നമ്മുടെ ലൈന്. അപ്പൊ ആ പ്ലെയിനിൽ കാണുന്ന വ്യൂ നമ്മൾക്ക് ട്രൂ ലെങ്ത് തരും, ട്രൂ ഇൻക്ലിനേഷൻ തരും. അപ്പൊ നമ്മൾ ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും നോക്കിയിട്ട് ആ വ്യൂ ആദ്യം വരയ്ക്കും. പക്ഷെ ഇവിടെ എച്ച് പിക്കും ഇൻക്ലൈൻഡ് ആണ്, വി പിക്കും ഇൻക്ലൈൻഡ് ആണ്. അതുകൊണ്ട് എച്ച് പിയിലും വി പിയിലും, അതായത് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ നമ്മൾക്ക് ട്രൂ ലെങ്തോ ട്രൂ ഇൻക്ലിനേഷനോ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് അത് അറിയില്ല. അപ്പൊ അത് വരക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഡയറക്ട്ലി നമുക്ക് ഈ പ്രോബ്ലം വരക്കാൻ പറ്റില്ല. ഇനിയിപ്പോ വരക്കുകയാണെങ്കിൽ ഫൈനലി ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ പ്രൊജക്ഷൻ വരിക? നമ്മൾക്ക് ഇവിടെ ബി ഡാഷ് കിട്ടും. അതേപോലെ ബി എന്ന് പറയുന്നത് ഈ ലൈനിൽ തന്നെ താഴെ എവിടെയെങ്കിലും ആയിരിക്കും, അതൊരു പർട്ടിക്കുലർ ഇൻക്ലിനേഷനിലായിരിക്കും ബി. ആൻഡ് ഈ എ ബി എന്ന് പറയുന്നത് ഈ ലെങ്ത് എ ബി വിൽ ബി ലെസ് ദാൻ ട്രൂ ലെങ്ത്. അതേപോലെ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നതും ലെസ് ദാൻ ട്രൂ ലെങ്ത്. ആൻഡ് ഈ ഇൻക്ലിനേഷൻ ആൽഫ ആയിരിക്കും, ഈ ഇൻക്ലിനേഷൻ ബീറ്റ ആയിരിക്കും. അല്ലെ, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൽഫയും ഇൻക്ലിനേഷൻ വിത്ത് വി പി ബീറ്റ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ പ്രൊജക്ഷൻ വരിക. ആൻഡ് ആൽഫ വിൽ ബി ഗ്രേറ്റർ ദാൻ തീറ്റ, ബീറ്റ വിൽ ബി ഗ്രേറ്റർ ദാൻ ഫൈ. അപ്പൊ ഈ ആൽഫ എത്രയാണെന്ന് നമ്മൾക്ക് അറിയില്ല, ബീറ്റ എത്രയാണെന്ന് നമ്മൾക്ക് അറിയില്ല, ഈ എ ബി ലെങ്ത് അറിയില്ല, എ ഡാഷ് ബി ഡാഷ് അറിയില്ല. അപ്പൊ ഈ പ്രോബ്ലം ഡയറക്ട്ലി വരക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആണ്, കാരണം ട്രൂ ലെങ്ത് അറിയാത്തത്. ഈ ഇനി ഒരു ഇതും കൂടെ പറയാം, നിങ്ങൾ നോട്ട് ചെയ്യാൻ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഒന്നും കൂടെ ഒരു ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷനും കൂടെ തരാം. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ട്രപ്പീസോയിഡ് നോക്കുക, ഇവിടെ ഉള്ളൊരു ട്രപ്പീസോയിഡ് നോക്കുക. കാരണം ആ ട്രപ്പീസോയിഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആംഗിള്
പെർപെൻഡിക്കുലർ ആയിരിക്കും, ഈ ആംഗിൾ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിനുള്ള കാരണം എന്താ? പ്രൊജക്ടേഴ്സ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു റെഫറൻസ് പ്ലെയിൻ. അതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പ്രൊജക്ടർ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കുക. അപ്പൊ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ട് ആ പ്ലെയിനിൽ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഇത് രണ്ടും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് 90 ഡിഗ്രി ആണ് ഈ ആംഗിൾ. ഇനി ഈ ട്രപ്പിസോയിഡിന്റെ ഈ ലെങ്ത് എ ഡാഷ് എ എന്ന് പറയുന്ന ലെങ്ത് ഈസ് ലെസ് ദാൻ ബി ഡാഷ് ബി. അതുകൊണ്ടാണ് ഈ ലൈൻ എ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻക്ലൈൻ ടു വി പി ആകുന്നത്, അല്ലെ? ഈ ബി ഡാഷ് ബിയും എ ഡാഷ് എയും സെയിം ആയിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയ പോലെ ഇറ്റ് വിൽ ബി പാരലൽ ടു വി പി. പക്ഷെ ഇവിടെ ഇൻക്ലൈൻഡ് ആണ്, ഇൻക്ലൈൻ ടു വി പി ആണ്. അതുകൊണ്ട് എ ഡാഷ് എ ബി ഡാഷ് ബി ഈക്വൽ അല്ല, ബി ഡാഷ് ബി കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ട്രപ്പീസോയിഡ് ആണ്. ഇറ്റ് വിൽ നോട്ട് ഫോം എ റെക്ടാംഗിൾ. റെക്ടാംഗിൾ ഫോം ചെയ്യില്ല, ട്രപ്പീസോയിഡ് ഫോം ചെയ്യും. കാരണം ഇവിടെ ഒരു ലൈൻ ഉണ്ട്, അതിനൊരു പെർപെൻഡിക്കുലർ ലൈൻ ഉണ്ട്, വേറൊരു പെർപെൻഡിക്കുലർ ലൈൻ ഉണ്ട്, അതിന്റെ ലെങ്ത് ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന അടുത്ത ലൈൻ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി എ ലൈൻ ഇൻക്ലൈൻ ടു എ ബി. അതിന്റെ ലെങ്ത് എപ്പോഴും കൂടുതലായിരിക്കും, അല്ലെ? ഒരു ട്രപ്പിസോയിഡിൽ ഇതുപോലൊരു ട്രപ്പിസോയിഡ് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ എപ്പോഴും ലോങ് ആയിരിക്കും. അപ്പൊ ഈ എ ബി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ എ ഡാഷ് ബി ഡാഷ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ ട്രൂ ലെങ്ത് നമ്മൾക്ക് വിസിബിൾ ആവാതെ നമ്മൾക്ക് എന്ത് വിസിബിൾ ആവുന്നത്? വൺ സെക്കൻഡ്, ലെറ്റ് മീ ഗോ ബാക്ക് ടു ദ ഇമേജ്. ട്രൂ ലെങ്ത് വിസിബിൾ ആവാതെ നമ്മൾക്ക് എപ്പോഴും റെഡ്യൂസ്ഡ് ലെങ്ത് വിസിബിൾ ആവാനുള്ള കാരണം അതാണ്. അതുപോലെ തന്നെ നമ്മൾ ടോപ്പ് വ്യൂ നോക്കുക. ടോപ്പ് വ്യൂ അഗെയിൻ, ടോപ്പ് വ്യൂ ഈസ് ഫോംഡ് ബൈ എ, ഇവിടെ ടോപ്പ് വ്യൂവും ഒരു ട്രപ്പിസോയിഡ് ഫോം ചെയ്യുന്നുണ്ട്. എ സ്മോൾ ലെറ്റർ എ, ബി സ്മോൾ ലെറ്റർ ബി, പിന്നെ ഈ രണ്ട് സൈഡ്, ഇതൊരു ട്രപ്പിസോയിഡ് ആണ്. അഗെയിൻ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും, കാരണം പ്രൊജക്ടേഴ്സ് എപ്പോഴും പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ആൻഡ് അപ്പം ഇവിടെ ഒരു 3 പെർപെൻഡിക്കുലർ ലൈൻസ് ഉണ്ട്. ആൻഡ് നമ്മളത് ഈ എ എന്നുള്ള ലെങ്ത്തും ബി ബി എന്നുള്ള ലെങ്ത്തും സെയിം അല്ല, ഡിഫറെന്റ് ആണ്. ബിക്കോസ് ദ ലൈൻ ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി. എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ഈ രണ്ട് ലെങ്ത്തും ഡിഫറെന്റ് ആണ്. ഈ രണ്ട് ലെങ്ത് ഡിഫറെന്റ് ആവുന്ന സമയത്ത് അത് ജോയിൻ ചെയ്യുന്ന ഈ എ ബി എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ലെങ്ത് വിൽ ബി മോർ ദാൻ ഈ സ്മോൾ ലെറ്റർ എ ബിനേക്കാളും കൂടുതലായിരിക്കും ഈ ക്യാപിറ്റൽ എ ബി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ എ ബി എന്ന് പറയുന്നത് ട്രൂ ലെങ്തിനേക്കാളും ചെറുതായിരിക്കും, സ്മോൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയും കൂടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കാരണം ഞാൻ ഇനി പറയാൻ പോകുന്ന മെത്തേഡിൽ ഈ ട്രപ്പിസോയിഡ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇത്രയും സമയമെടുത്ത് ഇത്രയും ഡിഫറെന്റ് ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് അത് മനസ്സിലായിട്ട് വേണം നിങ്ങളത് വരയ്ക്കാൻ. ഇപ്പൊ വരയ്ക്കാനുള്ള മെത്തേഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലം എടുത്തിട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത്, എ ഡാഷ് എവിടെ, ബി ഡാഷ് എവിടെ, B1 എന്താണ്, B2 എന്താണ്, അത് ഏത് ലോക്കസിൽ അത് വരും, അങ്ങനെ ജസ്റ്റ് സ്റ്റെപ്സ് മാത്രം പറഞ്ഞാൽ മതി, ഇത് അതിന് കണക്ട് ചെയ്യാന്ന്. പക്ഷെ ഒരു വിഷ്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് സിമ്പിൾ ആയിട്ട് ലോജിക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തെടുത്ത് വരയ്ക്കാതെ ലോജിക്കലി നിങ്ങൾക്ക് ഒരു പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്ത് വേരിയേഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് അഡ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ നോക്കുക. ഈ വിഷ്വലൈസേഷൻ, ഈ പറയുന്ന എക്സ്പ്ലനേഷൻ ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട്, പോസ് ചെയ്ത് ചിന്തിച്ചു നോക്കിയിട്ട് മുമ്പോട്ട് ഉള്ള പ്രോബ്ലംസ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾക്കിനി ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാനുള്ള മെത്തേഡ് എന്താണെന്ന് പഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺസെപ്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് മനസ്സിലാക്കുക, അതിന്റെ ലോജിക് എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾക്ക് പ്രോബ്ലം ചെയ്തിട്ട് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാൻ 2-3 മെത്തേഡ്സ് ഉണ്ട്. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ. അതിൽ നമ്മളിപ്പം നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ്. റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ്. അപ്പൊ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എ ലൈൻ വിച്ച് ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ, അതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ വരക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ബേസിക്കലി നമുക്ക് ഒരു ലൈൻ എ ബി വിച്ച് ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ അത് തന്നിട്ടുണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യനിൽ എപ്പോഴും ഇതിന്റെ ഡീറ്റെയിൽസ് എ ഡാഷും എയും, അതായത് എ എന്നുള്ള പൊസിഷന്റെ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ ലൊക്കേഷൻ, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും തന്നിട്ടുണ്ടാവും.
പിന്നെ നമ്മൾക്ക് അതിന്റെ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ തന്നിട്ടുണ്ടാവും, ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ പ്ലെയിൻ ഫൈ തന്നിട്ടുണ്ടാവും, പിന്നെ അതിന്റെ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ടാവും. ഈ 5 ഡീറ്റെയിൽസ് ആണ് ഒരു നോർമൽ റെഗുലർ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാവുക. ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കണം. അപ്പൊ ഇതിന്റെ ബുദ്ധിമുട്ട് എന്താ, നമ്മൾക്ക് ഇതിന്റെ ട്രൂ ലെങ്ത് രണ്ട് വ്യൂവിലും വിസിബിൾ അല്ല. ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ഡയറക്ട്ലി വരക്കാൻ പറ്റുന്ന എന്താ, നമുക്ക് എക്സ് വൈ ലൈൻ വരക്കാം, റെഫറൻസ് ലൈൻ വരക്കാം. പിന്നെ ഈ പോയിന്റ് എ എക്സാക്ട്ലി ലൊക്കേറ്റ് ചെയ്യണം. കാരണം നമുക്ക് എ അറിയാം, അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് എത്ര എബവ് ആണെന്നും വെർട്ടിക്കൽ പ്ലെയിനിന് എത്ര ബിലോ മീൻസ് എത്ര ഇൻഫ്രണ്ട് ആണെന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. അത് വെച്ചിട്ട് എ എന്നുള്ള പോയിന്റ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇനി ബി ലൊക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എൻ പോയിന്റ് ബി ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾക്ക് പറ്റില്ല. കാരണം ഈ ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും നമ്മൾക്ക് ട്രൂ ലെങ്ത് വിസിബിൾ അല്ല, ട്രൂ ഇൻക്ലിനേഷനും വിസിബിൾ അല്ല. അപ്പൊ തീറ്റ, ഫൈ, ട്രൂ ലെങ്ത് ഈ ഡീറ്റെയിൽസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ നോക്കി, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫ്രണ്ട് വ്യൂ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രൊജക്ടേഴ്സ് വെർട്ടിക്കൽ പ്ലെയിനിൽ പോയിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് ഫോം ചെയ്യും. മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് പ്രൊജക്ടേഴ്സ് താഴോട്ട് പോയിട്ട് നമ്മൾക്ക് അതിന്റെ ടോപ്പ് വ്യൂ എ ബി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫോം ചെയ്യും. ഇത്രയും നമ്മൾക്ക് അറിയാം. ഇനി ഇതിനെ എങ്ങനെയാണ് ഇതിന്റെ പ്രൊജക്ഷൻ നമ്മൾ ആക്ച്വലി വരയ്ക്കുന്നത്, അതിനുള്ള മെത്തേഡാണ് ലൈൻ റൊട്ടേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ്. അപ്പൊ നമ്മൾ ഈ ലൈൻ ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് റെഫറൻസ് പ്ലെയിൻ. അതിനെ നമ്മൾ ആദ്യം ഒരു പ്ലെയിനിന് പാരലായിട്ട്, ഏതെങ്കിലും ഒരു പ്ലെയിനിന് പാരൽ ആകുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യും. അത് നമുക്ക് ചെയ്യാം. അത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് വരിക, ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും എന്തൊക്കെയാണ് ചേഞ്ചസ് വരിക, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ പ്രൊജക്ഷൻ വരക്കുന്നത്. അപ്പൊ നമുക്ക് ലൈൻ ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ. ഇവിടെ എച്ച് പിക്കും ബി പിക്കും ഇൻക്ലൈൻഡ് ആണ്. അതിനെ നമ്മൾ ആദ്യം വെർട്ടിക്കൽ പ്ലെയിനിന് പാരൽ ആകുന്ന രീതിയിൽ ലൈനിനെ റൊട്ടേറ്റ് ചെയ്യും. അതെങ്ങനെയാ ചെയ്യുക, നമ്മൾ ഈ എ ബി എന്നുള്ള ലൈനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിന് പാരൽ ആകുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ പുതിയൊരു പൊസിഷനിലേക്ക്, B1 എന്ന് പറയുന്ന പുതിയൊരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ബി എന്ന് പറയുന്ന പോയിന്റിനെ B1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതെങ്ങനെയാ ഷിഫ്റ്റ് ചെയ്യുന്നത്, സോ ദാറ്റ് ദ ലൈൻ എ ബി ഈസ് പാരലൽ ടു ദ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഇതിനെ റൊട്ടേറ്റ്, ആദ്യത്തെ റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആവുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്തു. പാരലൽ ആവുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബി എന്ന് പറയുന്ന പോയിന്റ് ഇറ്റ് ഹാസ് ഷിഫ്റ്റഡ് ടു എ ന്യൂ പൊസിഷൻ വിച്ച് ഇസ് പാരലൽ ടു ദ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ നമ്മൾക്ക് ആദ്യത്തെ പൊസിഷൻ നമ്മൾ ബി എന്നിട്ട്, അപ്പം A-B1 എന്നാണ് ഇപ്പൊ ലൈനിന്റെ പൊസിഷൻ. അതിന്റെ പ്രൊജക്ഷൻ നമ്മൾക്ക് ഡയറക്ട്ലി ഈ ഗിവൺ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് വരക്കാൻ പറ്റും അല്ലെ. കാരണം അതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾക്ക് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും, അതിന്റെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടും. അത് നമുക്ക് ഡയറക്ട്ലി വരക്കാം, കാരണം ദ ലൈൻ ഈസ് നൗ പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ B1 എന്ന് പറയുന്ന A-B1 എന്ന് പറയുന്ന ലൈൻ പാരലൽ ടു അവർ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ നമുക്ക് അതിന്റെ ഇത് വരക്കാം. അതെങ്ങനെയാ വരക്കുന്നത്, നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ വിത്ത് റെസ്പെക്ട് ടു HP അത് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ തീറ്റ എത്രയാണെന്ന് അറിയാം അല്ലെ. നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ ഒരു ലൈൻ പാരലൽ ആണെങ്കിൽ അതിനെ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഏത് ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ തീറ്റ എന്നുള്ള ആംഗിൾ അറിയാം. ദിസ് തീറ്റ ക്യാൻ ബി മെഷേർഡ് ആൻഡ് മാർക്ഡ്. ആൻഡ് നമ്മൾക്ക് ഈ ലൈനിന്റെ ട്രൂ ലെങ്ത് അറിയാം. അപ്പൊ നമ്മൾ ട്രൂ ലെങ്ത്തും തീറ്റ ഇൻക്ലിനേഷനും വെച്ചിട്ട് നമ്മൾക്ക് ഈ ലൈൻ വരക്കാൻ പറ്റും. ആ എൻ പോയിന്റ് എന്നാണ്, ബി ആണ്, ബി അല്ല B1 ആണ്. B1ന്റെ ഇതാണ് നമ്മൾ വരക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കിട്ടുന്നത് B1 ഡാഷ് ആണ്. അതായത് B1 എന്ന പോയിന്റിന്റെ ടോപ്പ് വ്യൂ അല്ലെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ട്രൂ ലെങ്ത്തും തീറ്റ ഇൻക്ലിനേഷനും ഉപയോഗിച്ചിട്ട് വരച്ചത്. ഇനി അതിന്റെ ടോപ്പ് വ്യൂ എങ്ങനെയാ വരിക, ടോപ്പ് വ്യൂ ലൈൻ, ഈ ലൈന് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആണ്. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് വെർട്ടിക്കൽ പ്ലെയിനിന് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും എ എന്നുള്ള പോയിന്റിലേക്ക്, B1 എന്നുള്ള പോയിന്റിലേക്കും. അപ്പൊ ഈ B1ഉം വിൽ ബി അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം XY ലൈൻ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു പാരലൽ ലൈന് വരച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിന്റെ B1 എന്നുള്ള പോയിന്റ് കിട്ടും. അപ്പൊ ഇത് നമ്മൾക്ക് വരയ്ക്കാം, ഡയറക്ട്ലി വരയ്ക്കാം അല്ലെ. കാരണം ഈ B1 ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം A ഡാഷ് B1 ഡാഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഷോയിങ് ദ ട്രൂ ലെങ്ത്. കാരണം എന്താ,
B1 എ B1 എന്ന് പറയുന്ന ലൈന് ഇറ്റ് ഈസ് പാരലൽ ടു BP. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ വരച്ച AB എന്നുള്ള ലൈൻ, നമ്മുടെ ഒറിജിനൽ ലൈനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ഇനി ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം, അത് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ AB എന്ന് പറയുന്ന ലൈൻ ഉണ്ട് അല്ലെ. സോ ദിസ് ഈസ് അവർ ലൈൻ AB. ആ ലൈനിനെ നമ്മൾ, ഞാൻ ലേസർ പോയിന്റർ എടുക്കാം. ലേസർ പോയിന്റർ നിങ്ങൾക്ക് വിസിബിൾ ആകാതെ ഒരു സെക്കൻഡ്. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മളിവിടെ വരച്ച AB എന്ന നമ്മുടെ ലൈന് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് B1 എന്ന പുതിയ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്തിനാ? ടു മേക്ക് ദിസ് ലൈൻ പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, നമ്മൾക്ക് AB എന്നുള്ള ഈ ലൈന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ AB വെർട്ടിക്കൽ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഡിസ്റ്റൻസ് A ഡാഷ് പിന്നെ B ഡാഷ് എന്നുള്ള ലൈനിന്റെ ലെങ്ത് ഡിഫറെന്റ് ആണ് അല്ലെ. ഇവിടെ ഇത് സ്മോൾ ലെങ്ത് ആണ്, ഇത് കുറച്ചും കൂടെ ലോങ്ങർ ലൈൻ ആണ്. കാരണം അത് ഇൻക്ലൈൻ ടു BP ആയതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ A ഡാഷ് B ഡാഷ് എന്നുള്ളത് ഷോർട്ടർ ലെങ്ത് അല്ലെങ്കിൽ അപ്പാരന്റ് ലെങ്ത് ആയിട്ട് കാണുന്നത്, ട്രൂ ലെങ്ത് കാണുന്നത്. ഇനി നമ്മൾ ഈ ബിനെ B1ലേക്ക് കൊണ്ടുവരുന്ന സംഭവിക്കുന്നത് ഈ B1ഉം B1 ഡാഷും A ഡാഷും ആ ലെങ്ത് സെയിം ആവും. ദാറ്റ് മീൻസ് ദ ലൈൻ ഈസ് പാരലൽ ടു BP. അങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് A ഡാഷ് B1 ഡാഷ് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് AB1ന്റെ ലെങ്ത്, AB1ന്റെ ലെങ്ത് ABക്ക് ഈക്വൽ ആണ്. കാരണം നമ്മളിത് ലെങ്ത് ഒന്നും ചേഞ്ച് ചെയ്യാതെ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത് റൊട്ടേറ്റ് ചെയ്ത് B1 എന്നുള്ള പൊസിഷനിൽ എത്തുമ്പോൾ ട്രൂ ലെങ്ത് വിസിബിൾ ആകുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ട്രൂ ലെങ്ത് നമുക്ക് ഈസിലി വരയ്ക്കാൻ പറ്റുന്നത് വിത്ത് ആക്ച്വൽ ആംഗിൾ തീറ്റ, ആക്ച്വൽ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ ട്രപ്പീസോയിഡ് നോക്കുക, ഈ AB സ്മോൾ b A നോക്കുക. ഈ AB എന്നുള്ള ലൈൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് B1ലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ട്രപ്പീസോയിഡ് ആണ് നമ്മൾ ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ലെങ്ത്, ഈ AB എന്നുള്ള ലെങ്ത് തന്നെയാണ് AB1 എന്നുള്ളത്. വാട്ട് ഈസ് B1? B1 എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ലൊക്കേഷൻ, പുതിയ പോയിന്റ് B1 എന്നുള്ള പുതിയ പോയിന്റ് ടോപ്പ് വ്യൂ ആണ് ഈ സ്മോൾ ലെറ്റർ B1 എന്ന് പറയുന്നത്. അപ്പൊ ഈ B1ന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഈ AB1 എന്ന് പറയുന്ന ലെങ്ത് ഇറ്റ് ഈസ് ഈക്വൽ ടു AB. കാരണം നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ടോപ്പ് വ്യൂ ലെങ്ത് ചേഞ്ച് ആവുന്നില്ല. കാരണം the line ABയും AB1ഉം both are inclined to HP. അപ്പൊ നമ്മൾ B1ലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ HP-യിലുള്ള ഇൻക്ലിനേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, സെയിം ഇൻക്ലിനേഷൻ തന്നെയാണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് എത്രയാണോ AB-യുടെ ഇൻക്ലിനേഷൻ അത് തന്നെയാണ് AB1ന്റെ ഇൻക്ലിനേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കാണുന്ന വ്യൂവിന്റെ ലെങ്ത് മാറുന്നില്ല. അപ്പൊ ഈ AB എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ആ വ്യൂവിന്റെ ലെങ്ത് തന്നെയാണ് AB1 എന്നുള്ള ലൈനിന്റെ ലെങ്ത്. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ ഒരു ഈ പോയിന്റിൽ ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ആ ആർക്കിലായിരിക്കും ഈ B1ന്റെ ലൊക്കേഷൻ അല്ലെ. ഈ AB എന്നുള്ള പോയിന്റിൽ നിന്ന് നമുക്ക് എയില് ഒരു പോയിന്റ് എടുത്ത് ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിലായിരിക്കും B1 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഞാനിവിടെ റെപ്രസെന്റ് ചെയ്തതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നമ്മൾ നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇത് B ഡാഷ് അല്ല, നമ്മള് B1 ആണ് അല്ലെ. നമ്മുടെ B1 എന്ന പോയിന്റിന്റെ ടോപ്പ് വ്യൂ ആണ് B1 ആണ്. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത്, നമ്മൾ AB1 എന്ന് പറയുന്ന ലൈനിൽ അപ്പൊ ഏഴ് ഇത് വെച്ചിട്ട് ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ആ ആർക്കിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ ഈ B എന്ന് പറയുന്ന ആക്ച്വൽ പോയിന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരക്കാൻ പറ്റും അല്ലെ. അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അത് മനസ്സിലാക്കാൻ നമ്മൾ ഈ ട്രപ്പിസോയിഡ് നോക്കിയാൽ മതി, ഈ ട്രപ്പിസോയിഡ് നോക്കിയാൽ മതി. അതായത് AB സ്മോൾ ലെറ്റർ B സ്മോൾ ലെറ്റർ A. അപ്പൊ ഈ AB എന്നുള്ള ലെങ്ത് തന്നെയാണ് AB1 എന്നുള്ള ലെങ്ത്, ബട്ട് ഇറ്റ് ഈസ് റൊട്ടേറ്റഡ്. അപ്പൊ ആ റൊട്ടേഷൻ നമുക്ക് കാണിക്കാൻ
ഈ B1 എന്ന് ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഈ ആർക്കിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ B എന്നുള്ള ആക്ച്വൽ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ ഈ ട്രപ്പിസോയിഡ് നമ്മൾ നേരത്തെ നോക്കിയ ട്രപ്പിസോയിഡിന്റെ ഈ സൈഡ് നോക്കുക, B ക്യാപിറ്റൽ B സ്മോൾ ലെറ്റർ B. നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ മാറുന്നില്ല. അപ്പൊ ഈ ലെങ്ത് പ്രിസർവ്ഡ് ആയിരിക്കും അല്ലെ. B1 ക്യാപിറ്റൽ B1 സ്മോൾ ലെറ്റർ B1 ക്യാപിറ്റൽ B സ്മോൾ ലെറ്റർ B ആ ലെങ്ത് എപ്പോഴും സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ B ഡാഷിന്റെയും B1 ഡാഷിന്റെയും ഡിസ്റ്റൻസ് ഫ്രം XY ലൈൻ സെയിം ആയിരിക്കും അല്ലെ. ഈ ക്യാപിറ്റൽ B ന്റെ പ്രൊജക്ഷൻ ആണ് B ഡാഷ്, ഈ B1 ന്റെ പ്രൊജക്ഷൻ ആണ് B1 ഡാഷ്. അപ്പൊ ഈ B യുടെയും B1 ന്റെയും വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഡിസ്റ്റൻസ് മാറുന്നില്ല. കാരണം എന്താ, നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ സെയിം ആയിട്ടാണ് വെക്കുന്നത്. നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിൽ ഇത് പാരലൽ ആക്കാൻ വേണ്ടി റൊട്ടേറ്റ് ചെയ്യുന്നു മാത്രം. അപ്പം ആ ലെങ്ത് ഡിസ്റ്റൻസ് ഓഫ് B ആൻഡ് B1 ഫ്രം ദ HP റിമൈൻസ് സെയിം. അപ്പൊ ഈ B1 ന്റെയും B ഡാഷിന്റെയും B1 ഡാഷിന്റെയും ഡിസ്റ്റൻസ് ഫ്രം XY ലൈൻ സെയിം ആയിരിക്കും. വാട്ട് ഡസ് ദാറ്റ് മീൻ? അങ്ങനെ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ B1 ഡാഷിൽ ഒരു ലോക്കസ് വരച്ചു കഴിഞ്ഞാൽ ആ ലോക്കസിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ ഈ B ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു, XY ലൈൻ വരച്ചു, A ഡാഷും Eയും നമ്മൾക്ക് വരക്കാൻ പറ്റും. കാരണം നമ്മൾക്ക് അതിന്റെ പ്രൊജക്ഷൻ ഡിസ്റ്റൻസ് ഫ്രം ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ഗിവൺ ആണ്. അതുകൊണ്ട് നമ്മൾ അത് വരച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ AB എന്നുള്ള ലൈനിനെ AB1 എന്ന പൊസിഷനിൽ അസ്യൂം ചെയ്തു. That position is assumed such that AB1 is parallel to vertical plane. ഇത് parallel to vertical plane ആയതുകൊണ്ട് നമ്മൾക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് HP യും വെച്ചിട്ട് വരക്കാൻ പറ്റും. അപ്പൊ AB1 ഡാഷ് എന്നുള്ള ലൈൻ, A ഡാഷ് B1 ഡാഷ് എന്നുള്ള ലൈൻ നമുക്ക് വരക്കാം. ഇനി B1 നമ്മൾക്ക് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാം. കാരണം ലൈൻ is parallel to vertical plane. അപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ it will be parallel to XY line അല്ലെ. A എന്നുള്ള പോയിന്റ് B1 എന്നുള്ള പോയിന്റും XY ലൈൻ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. കാരണം ലൈൻ പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. അപ്പൊ നമുക്ക് ഇതേ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്ത് ഈ B1 ന്റെ നേരെ താഴെ നമുക്ക് B1 ഡാഷിന് നേരെ താഴെ നമുക്ക് B1 മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ B1 ഡാഷും B1 ഉം നമ്മൾ മാർക്ക് ചെയ്യും. ഇനി നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന മെത്തേഡിന്റെ പ്രത്യേകത കാരണം നമ്മൾക്ക് അറിയാം ഈ B എന്നുള്ള പോയിന്റും B1 എന്നുള്ള പോയിന്റും ഈസ് അറ്റ് സെയിം ഡിസ്റ്റൻസ് ഫ്രം ഹൊറിസോണ്ടൽ പ്ലെയിൻ. കാരണം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ 0 ആക്കി പാരലൽ ആക്കാനാണ്. അപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പൊ ഈ B1 ഡാഷ് എന്നുള്ള പോയിന്റ് ലോക്കസിൽ അല്ലെങ്കിൽ ഈ ഇതേ ഡിസ്റ്റൻസ് B1 point will be at the same distance from XY line അല്ലെ. B എന്നുള്ള പോയിന്റ് B1 എന്നുള്ള പോയിന്റും സെയിം ഡിസ്റ്റൻസ് ഫ്രം XY ലൈൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ B1 ഡാഷ് എന്ന് ഒരു ലോക്കസ് പാരലൽ ലൈൻ XY ക്ക് ഒരു പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ഇതായിരിക്കും ലോക്കസ് ഓഫ് B എന്ന് പറയുന്നത്. അതിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ B എന്നുള്ള പോയിന്റ്. അതുപോലെ തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ നമ്മൾ പ്രിസർവ്ഡ് ആണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ടോപ്പ് വ്യൂ ലെങ്ത്, ടോപ്പ് വ്യൂ നമുക്ക് കാണുന്ന ലൈനിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. അപ്പൊ AB എന്നുള്ള ഡിസ്റ്റൻസും AB1 എന്നുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അപ്പൊ AB1 എന്നുള്ള ലൈനിന്റെ അതേ ലെങ്ത് തന്നെ ആയിരിക്കും B ക്ക്. അപ്പൊ നമ്മൾ ഈ A എന്നുള്ള പോയിന്റ് സെന്റർ ആക്കി വെച്ച് AB1 ഡിസ്റ്റൻസ് എടുത്ത് ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ആർക്കിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ B എന്നുള്ള ആക്ച്വൽ ലൊക്കേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് B1 എന്നുള്ള പോയിന്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അതായത് when we make this line parallel to vertical plane ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ മെത്തേഡ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. we make this line AB now parallel to horizontal plane. AB എന്നുള്ള ലൈൻ നമ്മൾ ആദ്യം വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആക്കിയിട്ട് B1 എന്നുള്ള പൊസിഷനിലേക്ക് മാറ്റി. ഇനി നമ്മൾ അത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആക്കി B2 എന്നുള്ള പൊസിഷനിലേക്ക് മാറ്റും. അതിനെന്താ ചെയ്യുന്നത്, നമ്മൾ ഇതിനെ AB എന്നുള്ള ലൈനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ പാരലൽ ആക്കാൻ വേണ്ടി. അപ്പൊ അതങ്ങനെ പുതിയ പൊസിഷൻ B2 ലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി അതിന്റെ പുതിയ പൊസിഷനിലുള്ള ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമുക്ക് വരക്കാൻ പറ്റും. ഒരു വയലറ്റ് ലൈൻ ആണ്, അത് നമ്മൾ നോട്ട് ചെയ്യുക. ഇനി അതിന്റെ വ്യൂ എങ്ങനെയാ വരിക, അതിന്റെ ഫ്രണ്ട് വ്യൂ A ഡാഷ് B2 ഡാഷ് നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ ഫോം ചെയ്യും. അതിന്റെ ടോപ്പ് വ്യൂ A B2 ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫോം ചെയ്യും. നേരത്തെ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇൻക്ലൈൻ ആക്കി. അപ്പൊ നോക്കുക, നമ്മൾ ഇതാണ് നമ്മുടെ ആക്ച്വൽ ലൈൻ AB എന്ന് പറയുന്നത്. ആ ലൈനിന്റെ ഓറിയന്റേഷൻ വിത്ത് റെസ്പെക്ട് ടു
ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മൾ അതിനെ B2 എന്നുള്ള പൊസിഷനിലേക്ക് കൊണ്ടുവന്നു such that the line is parallel to horizontal plane. അപ്പോൾ ഈ ഡിസ്റ്റൻസും നമ്മൾ ഈക്വൽ ആക്കി. That means this line is parallel to horizontal plane. അപ്പോൾ horizontal plane നമുക്ക് അതിന്റെ ആക്ച്വൽ ട്രൂ ലെങ്ത് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ പ്ലെയിനും കാണാൻ പറ്റും. അപ്പോൾ അത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ അതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാൻ പറ്റും അല്ലെ, അതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാ ചെയ്യാം? നമ്മൾ ഈ എ എന്നുള്ള പോയിന്റ് നിന്ന് ഫൈ എന്നുള്ള ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു BP നോട്ട് ചെയ്തിട്ട് നമ്മൾക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആയിരിക്കും. അത് വരച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ പൊസിഷൻ, ന്യൂ പൊസിഷൻ. ആ പൊസിഷൻ എന്താ? B അല്ല, നമ്മൾ പുതിയ പൊസിഷൻ B2 ആണ്. സോ വി ക്യാൻ മാർക്ക് ദിസ് ആസ് B2. ഇനി B2 എന്നുള്ള പോയിന്റിന്റെ അല്ലെങ്കിൽ പുതിയ പൊസിഷന്റെ ടോപ്പ് വ്യൂ എങ്ങനെ വരിക? പുതിയ പൊസിഷൻ നോക്കുക. ഇറ്റ് ഈസ് പാരലൽ ടു HP. അപ്പോൾ HP എന്നുള്ള ഡിസ്റ്റൻസ് ഫ്രം HP ടു പോയിന്റ് A ആൻഡ് B2 ഈസ് സെയിം. അപ്പോൾ ഈ A ഡാഷും ഈ B2 ഡാഷും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഈ B2 ഡാഷ് എവിടെ വരിക? നമുക്ക് ഈ B2 ഒരു പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് B2 ഡാഷ് വരിക. നോക്കുക, B2 ഉം B2 ഡാഷും സെയിം വെർട്ടിക്കൽ ലൈനിലായിരിക്കും. B1 ഡാഷും B1 ഉം സെയിം വെർട്ടിക്കൽ ലൈനായിരിക്കും. അപ്പോൾ നമുക്ക് B2 ഡാഷും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ ആർഗ്യുമെന്റ് തന്നെയാണ്. എന്താണ് ആ ആർഗ്യുമെന്റ്? ഈ B2A B2 എന്ന് പറയുന്ന ലൈൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വി ആർ റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ഇൻക്ലിനേഷൻ ആണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിനിൽ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ ഈ B2 എന്ന് പറയുന്ന ലൈൻ തന്നെ ആയിരിക്കും നമുക്ക് B എന്നുള്ള പോയിന്റ് കിട്ടുക. അത് നമുക്ക് ഇവിടെ ഈ ട്രപ്പിസോയിഡ് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ക്ലിയർ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ട്രപ്പിസോയിഡ് നോക്കാം. ഏതാ? A B B ഡാഷ് A ഡാഷ്. ഈ ട്രപ്പിസോയിഡ് നോക്കാം. നമ്മൾ ഈ AB എന്നുള്ള ലൈന് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആക്കുന്ന സമയത്ത് ഈ ട്രപ്പിസോയിഡ് ആണ് നമ്മൾ ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ AB എന്നുള്ള ലെങ്ത് തന്നെയായിരിക്കും AB2 ആണ്. പക്ഷെ ഈ ABയുടെ പൊസിഷൻ മാറി AB2ലേക്ക് വരുമ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് ബോത്ത് എൻഡ് പോയിന്റ്സ് വിൽ ബി സെയിം. അതായത് AB2 is now parallel to horizontal plane. അപ്പോൾ നമുക്ക് ഈ AB2ന്റെ ട്രൂ ലെങ്ത് സ്മോൾ ലെറ്റർ AB2 കാണാൻ പറ്റും. അതാണ് നമ്മളിവിടെ വരച്ചത്. AB2 എന്ന് പറയുന്ന ലൈൻ വരച്ചു. ഇനി നിങ്ങൾ നോക്കുക, ഈ ട്രപ്പിസോയിഡിന്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് A ഡാഷ് B ഡാഷ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ A ഡാഷ് B ഡാഷ് എന്നുള്ള സാധനം ഇത് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഇതിന്റെ പുതിയ പൊസിഷനായ B2 ഡാഷിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഈ ഫ്രണ്ട് വ്യൂവില് ഒരു മാറ്റം ഉണ്ടാവില്ല. ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്തില് മാറ്റം ഉണ്ടാവില്ല. കാരണം എന്താ? വി ആർ റൊട്ടേറ്റിംഗ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ ആണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിൻ അത് എത്രയാണോ ഇൻക്ലൈൻ ആയിരിക്കുന്നത് ആ ഇൻക്ലിനേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് സെയിം ഇൻക്ലിനേഷൻ ആയതുകൊണ്ട് നമ്മൾ അതിൽ ഫോം ചെയ്യുന്ന വ്യൂവിന്റെ ലെങ്ത് മാറില്ല. അപ്പൊ ഈ A ഡാഷ് B ഡാഷും A ഡാഷ് B2 ഡാഷും സെയിം ആണ്. A ഡാഷ് B ഡാഷും B2 ഡാഷും സെയിം ആണ്. സോ ദാറ്റ് മീൻസ് നമ്മുടെ ഈ B2 ഡാഷിന്റെ ലെങ്ത്തിൽ തന്നെയാണ് ഈ B1 എന്നുള്ള പോയിന്റ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ചെയ്താൽ മതി. ഈ B2 ഡാഷ് A ഡാഷ് B2 ഡാഷ് എന്നുള്ള ലെങ്ത് എടുത്തിട്ട് ഈ A ഡാഷ് സെന്ററായി വെച്ചിട്ട് ഇവിടുന്ന് ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് B എന്നുള്ള പോയിന്റിന്റെ ലൊക്കേഷൻ കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ B1 ഡാഷ് ആണ് ഇതിന്റെ ലോക്കസ്. B1 ഡാഷിന്റെ ലോക്കസിലാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ A ഡാഷ് B2 ഡാഷ് ആണ് അതിന്റെ ലെങ്ത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതായത് ഈ ലോക്കസും ഈ ആർക്കും മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് ഈ B1 എന്നുള്ള പോയിന്റ് ആക്ച്വൽ B ഡാഷ് എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ വേറൊരു ആർഗ്യുമെന്റും കൂടെ ഉണ്ടായിരുന്നത് നമ്മളിവിടെ B2ന്റെ ലോക്കസ് നമുക്കറിയാം.
അതുപോലെ B1 എന്നുള്ള പോയിന്റിന്റെ ലെങ്ത് നമുക്കറിയാം. അത് രണ്ടും വരക്കുമ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും. അതായിരിക്കും ആക്ച്വൽ B എന്ന് പറയുന്ന പോയിന്റ്. ഇത് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ പ്രൊജക്ഷൻ കിട്ടും. ഇത് രണ്ടും ഇത് പ്രൊജക്ഷൻ ലൈനാണ്. ആക്ച്വൽ പ്രൊജക്ഷൻ എന്താണ്? A', B' ആണ് ആക്ച്വൽ പ്രൊജക്ഷൻ. ഇവിടെ AB ആണ് ആക്ച്വൽ പ്രൊജക്ഷൻ. ഇതാണ് ഈ ലൈനിന്റെ ആക്ച്വൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫിഗർ ഞാൻ റഫായി വരച്ചതുകൊണ്ട് ഇത് സ്ട്രെയിറ്റ് ലൈനിലുള്ള വരുന്നത്. നമ്മളിത് ഫെയർ ആയിട്ട് ഒരു പ്രോബ്ലത്തോട് ന്യൂമറിക്കൽസ് വെച്ച് ആക്ച്വൽ ഡയമെൻഷൻ വെച്ചിട്ട് വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്കിത് എങ്ങനെയാണ് പ്രൊജക്ഷൻ വരക്കേണ്ടതെന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ നോക്കുക എന്താണ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഈ ലൈൻ AB കൺസിഡർ ചെയ്യും. ആ ലൈൻ ABയുടെ ഒരു ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റിന്റെ എക്സാക്ട് കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ പ്ലെയിൻ തന്നിട്ടുണ്ടാവും. ട്രൂ ലെങ്ത് തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ABനെ ആദ്യം ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ അല്ലേ. അപ്പൊ അതിൽ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആക്കും. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ഇൻക്ലിനേഷൻ സെയിം ആക്കി വെച്ചിട്ട് നമ്മൾ അതിനെ വെർട്ടിക്കൽ പ്ലെയിനിന് ഈക്വൽ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആക്കും. അപ്പൊ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ സെയിം ആയതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾക്ക് കാണുന്ന വ്യൂയുടെ ലെങ്ത് മാറില്ല. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഓഫ് ദ എൻഡ് പോയിന്റ് B ഫ്രം ഹൊറിസോണ്ടൽ പ്ലെയിൻ മാറില്ല. അപ്പൊ അത് രണ്ടും നമ്മൾക്ക് എങ്ങനെയാ അറിയാം? നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആവുന്ന പൊസിഷൻ നമ്മൾക്ക് ആക്ച്വലി വരക്കാം. കാരണം നമ്മൾ ലൈൻ വിച്ച് ഇസ് പാരലൽ ടു VP മുമ്പ് നോക്കിയതാണ് എങ്ങനെ വരയ്ക്കുന്നത്. നമുക്ക് ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ എടുത്തിട്ട് ഈ B1' എന്നുള്ള പോയിന്റ് നമുക്ക് നോട്ട് ചെയ്യാം. ട്രൂ ലെങ്ത് വെച്ച് നമുക്കത് വരയ്ക്കാൻ പറ്റും. അത് വരച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഒന്ന്, the distance from horizontal plane of the point B1 and B is same. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിൽ എവിടെയെങ്കിലായിരിക്കും നമ്മുടെ ഈ B' എന്നുള്ള പോയിന്റ് വരിക. അത് നമ്മൾക്കറിയാം. ഇനി വേറെ നോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പ് വ്യൂയുടെ ലെങ്ത് മാറില്ല. കാരണം നമ്മൾ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ AB1 തന്നെ ആയിരിക്കും AB എന്നുള്ള ലൈനിന്റെയും ലെങ്ത്. അപ്പൊ ആ ലെങ്ത് സെയിം ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആർക്കിൽ എവിടെയെങ്കിലാണെന്ന് അറിയാം. ഇനി അടുത്ത മെത്തേഡ് എന്നാൽ നമ്മൾ AB എന്നുള്ള ലൈനിനെ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആക്കും. ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആക്കുന്ന സമയത്ത് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ഇൻക്ലിനേഷൻ കുറച്ച് സീറോ ആക്കും. പക്ഷെ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് അതിന്റെ ഇൻക്ലിനേഷൻ നമ്മൾ പ്രിസർവ് ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആക്കിയിട്ട് വെർട്ടിക്കൽ പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ അത് തരാം. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ മാറാത്തതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എൻഡ് പോയിന്റ് B2 എന്നുള്ള പോയിന്റിന്റെ B2 എന്നുള്ള പോയിന്റ് ഇവിടെയാണ് B2 ഉള്ളത്, ഇവിടെയാണ് B2'. B2 എന്നുള്ള പോയിന്റിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദ വെർട്ടിക്കൽ പ്ലെയിൻ റിമൈൻ സെയിം അല്ലെ. വെർട്ടിക്കൽ പ്ലെയിനിന് അതിന്റെ ഡിസ്റ്റൻസ് സെയിം ആണ്. B2നും Bനും സെയിം ആണ്. B2 എന്നുള്ള പോയിന്റ് നമുക്ക് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ അതില് ഒരു പാരലൽ ലൈൻ വിത്ത് റെസ്പെക്ട് ടു XY ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ B എന്നുള്ള പോയിന്റ്. കാരണം നമ്മൾ when we rotate this line with respect to horizontal plane inclination 0 ആക്കാൻ വേണ്ടി നമ്മൾ ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വെർട്ടിക്കൽ പ്ലെയിനിലെ ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്ക് ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇത് വരാം. അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പാരലൽ ആക്കുന്ന സമയത്ത് വെർട്ടിക്കൽ പ്ലെയിനിൽ കാണുന്ന വ്യൂ അതിന്റെ ലെങ്ത് ചേഞ്ച് ആവില്ല. B2' ലെങ്ത് തന്നെ ആയിരിക്കും AB' ലെങ്ത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ B1' നമുക്ക് ആക്ച്വലി അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ക്ലിയർ ആവും. നമുക്കത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലം നോക്കാം. A 70 mm long line PQ has its end P 20 mm above the HP and 30 mm in front of the VP. The line is inclined 45 degree to the horizontal plane and 30 degree to the vertical plane. Draw its projection. അപ്പോൾ we are going to see a problem where line is inclined to both the reference planes. അപ്പോൾ തന്നിട്ടുള്ള ഡാറ്റ ഒന്ന് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ലൈൻ ഈസ് PQ എന്നാണ് ലൈന്, ആൻഡ് ഇറ്റ്സ് ട്രൂ ലെങ്ത് ഇസ് 70 mm. അപ്പോൾ ലൈനിന്റെ ട്രൂ ലെങ്ത് 70 mm തന്നിട്ടുണ്ട്. പിന്നെ P എന്നുള്ള പോയിന്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് തന്നിട്ടുള്ളത്? അതിന്റെ ഫ്രണ്ട് വ്യൂ P'
അത് എത്രയായിരിക്കും? ഫ്രണ്ട് വ്യൂവിൽ നമ്മൾക്ക് നോക്കുമ്പോൾ എന്താ കാണുക? ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ ഹൗ എബവ് ദ പോയിന്റ് ഈസ് ഫ്രം എച്ച് പി എന്നാ കാണുക. അത് 20 mm എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 20 mm എബവ് എച്ച് പി എന്ന്. പിന്നെ ടോപ്പ് വ്യൂ പി അത് എത്രയായിരിക്കും? ടോപ്പ് വ്യൂവിൽ നമുക്ക് നോക്കുമ്പോൾ എന്താ കാണാം? ടോപ്പ് വ്യൂവിൽ ഹൗ ഇൻ ഫ്രണ്ട് ദ ലൈൻ ദ പോയിന്റ് ഈസ് ഫ്രം വി പി എന്ന് കാണാം. അത് 30 mm തന്നിട്ടുണ്ട്. അപ്പൊ പി എന്നുള്ള പോയിന്റ് 30 mm ബിലോ എക്സ് വൈ ലൈൻ ആയിരിക്കും. പിന്നെ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ തീറ്റ തന്നിട്ടുണ്ട് 45 ഡിഗ്രി. ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ പ്ലെയിൻ ഫൈ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഇത്രയും ഡാറ്റയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് ഞാനൊരു പുതിയ പേജ് കൺസിഡർ ചെയ്യാം. ഈ പേജിൽ നമുക്ക് ഞാൻ ഗിവൺ ഡാറ്റാസ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രൊജക്ഷൻ വരച്ച് നോക്കാം. അപ്പൊ എങ്ങനെയാ പ്രൊജക്ഷൻ വരക്കുക? ആദ്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് വരക്കാൻ പറ്റുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് എത്രത്തോളം വരക്കാൻ പറ്റുന്നോ അതൊക്കെ വരയ്ക്കും. അപ്പൊ അതിന് ആദ്യം എക്സ് വൈ ലൈൻ വരക്കണം. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എവിടെയെങ്കിലും സെൻട്രലായിട്ട് തിൻ ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് അത് എക്സ് വൈ ലൈൻ ആയിട്ട് ലേബൽ ചെയ്യാം. ഇത് നമ്മുടെ റെഫറൻസ് ലൈൻ ആയിട്ട് എക്സ് വൈ ലൈൻ ആണ്. എക്സ് വൈ ലൈൻ ലേബൽ ചെയ്തിട്ട് എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും എഴുതുക. നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ലൈനാണ് ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് എക്സ് വൈ ലൈനിന്റെ മുകളിലും ഹൊറിസോണ്ടൽ പ്ലെയിൻ എക്സ് വൈ ലൈനിൽ താഴെയായിരിക്കും. അങ്ങനെയാണ് വരിക. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? പി എന്നുള്ള പോയിന്റ് എക്സാക്ട് ലൊക്കേഷൻ നമുക്കറിയാം. അപ്പൊ അത് ആദ്യം തന്നെ നമുക്ക് പി എന്നുള്ള പോയിന്റ് ഈസിലി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പി എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് 20 mm above HP and 30 mm in front of VP. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് 20 mm above XY ലൈനും 30 mm below XY ലൈനും ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുക. എന്നിട്ട് അത് നമുക്ക് ലേബൽ ചെയ്യാം. അത് പി എന്നുള്ള പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ പി ഡാഷ് ആയിരിക്കും. അതിന്റെ ടോപ്പ് വ്യൂ സ്മോൾ ലെറ്റർ പി ആയിരിക്കും. അത് രണ്ടും ലേബൽ ചെയ്തു. സോ ഇതാണ് പി എന്ന പോയിന്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ. ഇനി നമുക്ക് ക്യൂ എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം. പക്ഷെ ക്യൂ ഡയറക്ട്ലി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ലൈൻ ഈസ് ഇൻക്ലൈൻ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ, ലൈൻ ഈസ് ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ടോപ്പ് വ്യൂവിലും വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ഫ്രണ്ട് വ്യൂവിലും നമുക്ക് ട്രൂ ലെങ്ത് വിസിബിൾ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഈ ലൈന് ഡയറക്ട്ലി വരക്കാൻ പറ്റില്ല. അപ്പൊ അത് ഡയറക്ട്ലി വരക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഈ ക്യൂ എന്നുള്ള പോയിന്റിനെ നമ്മൾ Q1ലും Q2ലും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പ്രൊജക്ഷൻ ആദ്യം വരയ്ക്കും. ഈ Q1 എന്നുള്ള പൊസിഷന്റെ പ്രത്യേകത എന്താ? Q1ൽ ലൈൻ PQ വിൽ ബി പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ. പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആകുമ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾക്ക് ട്രൂ ലെങ്ത് കാണാൻ പറ്റും. അത് നമ്മൾ ആദ്യം വരയ്ക്കും. അതേപോലെ Q2 എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ പൊസിഷനിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ പാരലൽ ആകുമ്പോൾ അതിന്റെ ടോപ്പ് വ്യൂവിൽ നമ്മൾക്ക് ട്രൂ ലെങ്ത് വിസിബിൾ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഇപ്പൊ Q1ന്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും വരിക? Q1 ഡാഷ്. അതിന്റെ ടോപ്പ് വ്യൂ Q1. Q2ന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് Q2 ഡാഷ്. അതിന്റെ ടോപ്പ് വ്യൂ Q2. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമുക്ക് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ Q എന്നുള്ള പോയിന്റ് എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ മെത്തേഡാണ് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ Q1 എന്നുള്ള പൊസിഷൻ കൺസിഡർ ചെയ്യുന്നു. Q1ൽ നമ്മൾ പറഞ്ഞ പോലെ ലൈൻ ഈസ് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ അവിടെ തന്നെ വെച്ചുകൊണ്ട് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ കുറച്ച് അത് 0 ആക്കും, അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആക്കും. അപ്പൊ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്ന വ്യൂ, അതായത് ഫ്രണ്ട് വ്യൂവിൽ അതിന്റെ ട്രൂ ലെങ്ത് വിസിബിൾ ആയിരിക്കും. അപ്പൊ നമുക്കത് വരയ്ക്കാൻ പറ്റും. നമ്മൾ അത് എങ്ങനെയാ വരക്കേണ്ടതെന്ന് ഓൾറെഡി നമ്മൾക്കറിയാം. അപ്പൊ നമ്മൾ ഇവിടെ ഹൊറിസോണ്ടൽ എങ്ങനെയാ അത് വരക്കുക? നമ്മൾ ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് വെർട്ടിക്കൽ പ്ലെയിനിൽ കാണാൻ പറ്റുക. അപ്പൊ നമുക്ക് അത് ആദ്യം ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ലൈൻ വരച്ചിട്ട് നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ എത്രയായിരുന്നു തന്നത്? 45 ഡിഗ്രി. അപ്പൊ 45 ഡിഗ്രി മാർക്ക് ചെയ്ത് ഇനി അവിടെ നമുക്ക് ട്രൂ ലെങ്ത് വിസിബിൾ ആയിരിക്കും. അപ്പൊ ട്രൂ ലെങ്ത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ സ്കെയിൽ വെച്ച് പി ഡാഷ് എന്നുള്ള പോയിന്റിൽ വെച്ച് നമ്മൾ 45 ഡിഗ്രി മാർക്ക് ചെയ്ത ഡയറക്ഷനിൽ
ഒരു തിക്ക് ലൈൻ ആയിട്ട് തന്നെ വരക്കാം. കാരണം ഇത് ലൈനിന്റെ എക്സാക്ട് പൊസിഷൻ ആണ്. നമ്മൾ തിക്ക് ലൈൻ ഉപയോഗിച്ച് നമുക്ക് വരക്കാം. തിക്ക് ലൈൻ ഉപയോഗിച്ചിട്ട് 7 സെന്റിമീറ്റർ ലോങ്, കാരണം 70 mm ആണ് ട്രൂ ലെങ്ത്. നമുക്ക് ലൈൻ പാരലൽ ടു വി പി ആണ് ഈ Q2 എന്ന് പറയുന്ന പോയിന്റ്. അതുകൊണ്ട് തന്നെ Q1 എന്ന പോയിന്റ്. അപ്പൊ നമുക്ക് അതിന്റെ ട്രൂ ലെങ്ത് വിസിബിൾ ആയിരിക്കും. അപ്പോൾ 70 mm മെഷർ ചെയ്തിട്ട് നമ്മൾക്ക് അതിന്റെ എൻ പോയിന്റ് നമ്മൾക്ക് Q1 ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ Q1ന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് Q1 ഡാഷ് ആയിരിക്കും അല്ലെ. Q1 ഡാഷ് എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഈ Q1 PQ1 എന്നുള്ള ലൈനിന്റെ ടോപ്പ് വ്യൂ നമ്മൾക്ക് മാർക്ക് ചെയ്യണം. ടോപ്പ് വ്യൂ എവിടെയാ വരിക? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് വരിക. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടോപ്പ് വ്യൂ നമ്മൾ വരയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ Q1 ഡാഷ് അതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ ഒരു പ്രൊജക്ടർ നേരെ വെർട്ടിക്കലി താഴോട്ട് വരയ്ക്കുക ആദ്യം. എന്നിട്ട് ഇതിന്റെ ടോപ്പ് വ്യൂ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യണം. ശ്രദ്ധിക്കുക, ഈ PQ1 എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെയാണ് നമ്മൾ വരച്ചത്? സച്ച് ദാറ്റ് PQ1 ഈസ് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ ഒരു ലൈൻ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ എങ്ങനെ വരിക? ടോപ്പ് വ്യൂ എപ്പോഴും എ ലൈൻ പാരലൽ ടു XY ലൈൻ ആയിരിക്കും. കാരണം എന്താ? രണ്ട് എൻഡ് പോയിന്റിന്റെയും ഡിസ്റ്റൻസ് ഫ്രം VP സെയിം ആയിരിക്കും അല്ലെ. ലൈൻ പാരലൽ ടു VP ആണെങ്കിൽ അതിന്റെ VP എന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പൊ P എന്നുള്ള ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും Q1 എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾക്ക് ആ Q1 പോയിന്റ് കിട്ടാൻ ഇവിടുന്ന് ജസ്റ്റ് ഒരു ലൈൻ പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ വരച്ചിട്ട് അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അതായത് പ്രൊജക്ടർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് Q1 എന്ന പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം, Q1 മാർക്ക് ചെയ്യാം. സോ PQ1 നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ PQ1 എന്നുള്ള ലൈനിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചു. അപ്പൊ ഫ്രണ്ട് വ്യൂവില് അത് ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ ആംഗിൾ എന്ന് പറയുന്നത് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ തീറ്റയാണ്. അത് നമ്മളിപ്പോ ഇതുപോലെ ലേബൽ ചെയ്യേണ്ട, നമുക്ക് അവസാനം ഡയമെൻഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഡയമെൻഷൻ ചെയ്യാം. ഞാനതിപ്പോ കാണിക്കാൻ വേണ്ടി എഴുതുന്നുള്ളൂ. അപ്പൊ അത് തീറ്റയാണ്. ഇത് ഈ P-Q1 ഡാഷ് ട്രൂ ലെങ്ത് ആയിരിക്കും. കാരണം PQ1 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈൻ പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ അതിന്റെ ടോപ്പ് വ്യൂ ഇറ്റ് വിൽ ബി എ ലൈൻ പാരലൽ ടു XY ലൈൻ. അത് നമ്മൾ വരച്ചു. ഇത്രയും നമുക്ക് വരയ്ക്കാൻ അറിയാം. ഇനി ഇതിൽ നിന്ന് Q എന്നുള്ള പോയിന്റിനെ കുറിച്ച് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുക? ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, ഓർത്ത് നോക്കിയാൽ മതി. നമ്മൾ ഈ Q1 എന്നുള്ള പോയിന്റ് എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേർന്നത്? ഈ PQ എന്നുള്ള ലൈൻ ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. അതിൽ വെർട്ടിക്കൽ പ്ലെയിനിലേക്കുള്ള ഇൻക്ലിനേഷൻ നമ്മൾ കുറച്ച് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലാക്കി. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നുള്ള ഇൻക്ലിനേഷൻ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടാണ് നമ്മൾ ഈ ലൈൻ റൊട്ടേറ്റ് ചെയ്തത്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കുള്ള ഇൻക്ലിനേഷൻ മാറാത്തത് കൊണ്ട് ദ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് Q ആൻഡ് Q1 ഫ്രം ഹൊറിസോണ്ടൽ പ്ലെയിൻ സെയിം ആയിരിക്കും അല്ലെ. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് Q എന്നുള്ള പോയിന്റിലേക്കും നമ്മളത് റൊട്ടേറ്റ് ചെയ്ത് Q1 എന്നുള്ള പോയിന്റിലേക്ക് മാറ്റിയപ്പോൾ Q1ലേക്കുള്ള ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ Qയിലേക്കും Q1ലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. കാരണം എന്താ? Qയും Q1ഉം നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ഇൻക്ലിനേഷൻ മാറ്റിയില്ല, വെർട്ടിക്കൽ പ്ലെയിനിലെ ഇൻക്ലിനേഷൻ മാത്രമേ മാറ്റിയുള്ളൂ. അപ്പൊ ഈ Q എന്നുള്ള പോയിന്റിന്റെ ഡിസ്റ്റൻസ് ഫ്രം HP-യും സെയിം ആയിരിക്കും ആസ് Q1 ഡാഷ്. അപ്പൊ നമ്മൾക്ക് അത് എവിടെ കിട്ടും? ഇവിടുന്ന് നമ്മളൊരു ഇതിന്റെ ലോക്കസ് നമ്മൾക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ ലോക്കസിൽ തന്നെ ആയിരിക്കും നമ്മുടെ Q എന്ന് പറയുന്ന ആക്ച്വൽ പോയിന്റും. കാരണം അതിന്റെ ഹൈറ്റ് ഫ്രം ഹൊറിസോണ്ടൽ പ്ലെയിൻ നമുക്ക് ടോപ്പ് വ്യൂയിലാണ് കാണുക. അപ്പൊ ടോപ്പ് വ്യൂയിൽ നമുക്ക് ഈ Q1 ഡാഷ് എവിടെയാണോ അതേ ഹൈറ്റ് തന്നെയാണ് Q എന്നുള്ള പോയിന്റും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് അറിയില്ല, പക്ഷെ ആ ലൈനിലായിരിക്കും എന്ന് പറയാം. അപ്പൊ അത് ലോക്കസ് ഓഫ് Q എന്ന് നമുക്ക് ഇപ്പൊ നമ്മൾ വരച്ച ലൈന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ആയിരിക്കും നമ്മുടെ പോയിന്റ് Q ഉണ്ടാവുക, അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കുള്ള ഇൻക്ലിനേഷൻ മാറ്റാതെയാണ് Q1 വരച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഏത് ഓറിയന്റേഷൻ വിത്ത് റെസ്പെക്ട് ടു VP ആണെങ്കിലും, അത് പാരലൽ ആണെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ എക്സാക്ട് ഓറിയന്റേഷൻ ആണെങ്കിലും, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്ന വ്യൂവിന്റെ ലെങ്ത് മാറില്ല. കാരണം എന്താ? നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കുള്ള ഇൻക്ലിനേഷൻ മാറ്റുന്നില്ല. അത് മാറ്റിയാൽ മാത്രമേ ആ വ്യൂവില് ലെങ്ത് മാറുള്ളൂ. നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഇൻക്ലിനേഷൻ മാറ്റാതെയാണ് ഈ Q എന്നുള്ള പോയിന്റ് Q1ലേക്ക് റൊട്ടേറ്റ് ചെയ്തത്. അപ്പം ഈ ടോപ്പ് വ്യൂവില് ഫോം ചെയ്യുന്ന, അതായത് ഈ Q1 എന്ന ടോപ്പ് വ്യൂ, PQ1 എന്നുള്ള ലൈനിന്റെ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത്തും PQ എന്നുള്ള ലൈനിന്റെ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത്തും സെയിം ആയിരിക്കും. കാരണം ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ സെയിം ആണ്.
അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ ആക്ച്വൽ ലൈനിന്റെ. അതെന്താണ്? നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് നമുക്ക് ഇവിടുന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് മാർക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ആർക്ക് വരക്കാൻ പറ്റും. ആ ആർക്ക് വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടത്? നമ്മൾ കോമ്പസിന്റെ ടിപ്പ് പിയിൽ വെച്ചിട്ട് അതിന്റെ ലെങ്ത് നമ്മൾക്ക് ഈ പി ക്യൂ വണ്ണിന്റെ ലെങ്ത് ആയിട്ട് ഈക്വൽ ആക്കിയിട്ട് നമുക്കൊരു ലൈൻ, ഒരു ആർക്ക് വരച്ചാൽ മതി. ആ ആർക്കിൽ ആർക്ക് റെപ്രസെന്റ് ദ ലെങ്ത്, നമ്മൾക്ക് വേണ്ട ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾക്ക് ക്യൂ എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ഇത്രയും ഡാറ്റയാണ് നമ്മൾക്ക് ഈ പോയിന്റ് ക്യൂ വണ്ണിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ അത് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാണ്ട്, നമ്മൾ ഈ പി ക്യൂ വൺ എന്നുള്ളത് നമുക്ക് തിക്ക് ലൈൻ ആയിട്ട് വരക്കാം. കാരണം അത് ഇതിന്റെ ആക്ച്വൽ ടോപ്പ് വ്യൂ ആണ്. അത് തിക്ക് ലൈൻ ആക്കാം. അപ്പൊ ഈ പി ഡാഷ് ക്യൂ വൺ ഡാഷും പി ക്യൂ വണ്ണും ആണ് ഇവിടെ തിക്ക് ലൈൻ ആയിട്ട് നമ്മൾ വരച്ചത്. ബാക്കിയൊക്കെ കൺസ്ട്രക്ഷൻ ലൈൻസും പ്രൊജക്ഷൻ ലൈൻസും ഒക്കെയാണ്. അതൊക്കെ തിൻ ലൈൻ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? Q2 എന്നുള്ള പൊസിഷനിലെ വ്യൂസ് വരക്കണം. അപ്പൊ Q2 എന്നുള്ള പൊസിഷനിലെ പ്രൊജക്ഷൻസ് എങ്ങനെയാ വരക്കുക? നമ്മൾ ഓൾറെഡി ഇവിടെ സൈഡിൽ എഴുതിയാണ്. നമുക്കറിയാം Q2 എന്നുള്ള പോയിന്റ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആകുമ്പോൾ അതിന്റെ ടോപ്പ് വ്യൂവിൽ നമ്മൾക്ക് ട്രൂ ലെങ്ത് വിസിബിൾ ആവും. അപ്പൊ ടോപ്പ് വ്യൂ നമ്മൾക്ക് എവിടെ കിട്ടുക? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. അപ്പൊ അതെങ്ങനെയാ വരക്കുക? നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഓൾറെഡി നമ്മൾക്ക് ഒരു പി എന്നുള്ള പോയിന്റ് നമ്മൾക്ക് അറിയാം. അപ്പൊ ആ പോയിന്റിൽ നമ്മൾ നമ്മുടെ പ്രൊട്രാക്ട് വെച്ച് അവിടുന്ന് നമ്മൾക്ക് അങ്ങനെ പ്രൊട്രാക്ട് വെച്ചിട്ട് എത്രയാണ് ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിനിലെ വ്യൂവിൽ നമ്മൾക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ എത്രയാണ് ഇൻക്ലൈൻഡ് ആയിട്ടെന്നാണ് കാണുക. അപ്പൊ നമ്മൾക്ക് 30 ഡിഗ്രി ആണ് ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു വി പി. അപ്പം നമ്മൾ 10, 20, 30 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇതിൽ 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ട്രൂ ലെങ്ത്തിൽ നമുക്ക് അവിടെ ലൈൻ വരക്കാം. നമ്മൾ പ്രൊട്രാക്ടർ മാറ്റി വെച്ച് സ്കെയിൽ എടുക്കുക, എന്നിട്ട് പി എന്നുള്ള പോയിന്റിൽ വെക്കുക. ദെൻ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഡയറക്ഷനിൽ എത്രയായിരിക്കും ലെങ്ത്? നമുക്ക് ഇത് തിക്ക് ലൈൻ ഉപയോഗിച്ചിട്ട് വരക്കാം. കാരണം ഇത് ആക്ച്വൽ പ്രൊജക്ഷൻ ആണ്. ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് Q2 എന്ന് പറയുന്ന പോയിന്റ് ലൈനിന്റെ. അപ്പോൾ 7 സെന്റിമീറ്ററിൽ നമ്മളത് വരച്ചു. 7 സെന്റിമീറ്ററിൽ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ എൻഡ് നമ്മൾക്ക് ലേബൽ ചെയ്യാം. ഈ എൻഡ് എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് ദ ടോപ്പ് വ്യൂ ഓഫ് പോയിന്റ് Q2. അപ്പം എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? Q2 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഈ Q2 എന്നുള്ള പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് വരക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് വ്യൂ എങ്ങനെ വരക്കുക? ഈ Q2 എന്ന് നമ്മൾ ആദ്യം ഒരു തിൻ ലൈൻ ഉപയോഗിച്ചിട്ട് പ്രൊജക്ടർ മുകളിലോട്ട്, പ്രൊജക്ഷൻ ലൈന് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഈ പി എന്നുള്ള പോയിന്റിന്റെ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും Q2 എന്നുള്ള പോയിന്റിനും. കാരണം എന്താ? ലൈൻ ഈസ് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്നത് അതൊരു ലൈൻ വിച്ച് ഇസ് പാരലൽ ടു XY ലൈൻ ആയിരിക്കും അല്ലെ. ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആണെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പി ഡാഷിലേക്കും Q2ലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് പിയിലേക്കും Q2ലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പൊ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് നമുക്ക് Q2 എന്ന ലൈനിന്റെ ടോപ്പ് വ്യൂ Q2 ഡാഷിൽ കിട്ടുക. അപ്പൊ അതും നമുക്ക് തിക്ക് ലൈൻ ഉപയോഗിച്ചിട്ട് വരക്കാം. കാരണം അതും ആക്ച്വൽ പ്രൊജക്ഷൻ ആണ്. നമ്മൾ തിക്ക് ലൈൻ ഉപയോഗിച്ചിട്ട് ഈ പി ഡാഷ് Q2 ഡാഷ് മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് Q2 എന്നുള്ള പൊസിഷനിലും ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരക്കാൻ പറ്റി. ഇനി അതിൽ നിന്ന് എന്തൊക്കെ ഇൻഫറൻസ് ആണ് നമുക്ക് കിട്ടുക? നമ്മൾ Q എന്നുള്ള പോയിന്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക് തന്നെയാണ്. നമ്മുടെ ലൈന് ഈ Q2ലേക്ക് നമ്മൾ എങ്ങനെ കൊണ്ടുവരിക? Q എന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാ റൊട്ടേറ്റ് ചെയ്യുക? വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ നമ്മൾ മാറ്റുന്നില്ല, പക്ഷെ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കുള്ള ഇൻക്ലിനേഷൻ കുറച്ച് അത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ മാറാത്തത് കൊണ്ട് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് നമ്മുടെ Q എന്നുള്ള പോയിന്റിലേക്കും Q2 എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പൊ നമ്മുടെ Q എന്നുള്ള പോയിന്റ് Q2 എന്നുള്ള പോയിന്റും വെർട്ടിക്കൽ പ്ലെയിനിന് ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും. വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അതിന്റെ ടോപ്പ് വ്യൂ നമുക്ക് എപ്പോഴും സെയിം ഡിസ്റ്റൻസ് ഫ്രം XY ലൈനിലായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ലോക്കസ് വരക്കാം. Q2 എന്നുള്ള ഒരു ലോക്കസ്, ഒരു ലൈൻ വരക്കാം. ആ ലൈനിലായിരിക്കും നമ്മൾക്ക് Q എന്നുള്ള പോയിന്റ് വരുന്നത്. നമ്മൾ നേരത്തെ കിട്ടിയ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഫിഗർ കംപ്ലീറ്റ് ചെയ്യാം. കാരണം എന്താ?
ഈ PQ1 ഇവിടെ നമ്മളൊരു ആർക്ക് വരച്ചിട്ട് ഈ ആർക്ക് എങ്ങനെയാണ് വരച്ചത്, നമ്മൾക്ക് ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് അറിയാമായിരുന്നു. അപ്പൊ ഈ ആർക്കും ഈ ലോക്കസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലായിരിക്കും നമ്മുടെ ആക്ച്വൽ Q എന്ന് പറയുന്ന പോയിന്റ് അല്ലെ. നമ്മുടെ ആക്ച്വൽ Q എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും, ഈ ഇന്റർസെക്ഷനിലായിരിക്കും. അത് നമ്മൾക്ക് ഇവിടെ ലേബൽ ചെയ്യാം. ഇനി ഒരു ഇൻഫർമേഷനും കൂടെ നമ്മൾക്ക് അവൈലബിൾ ആണ്, അത് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് വരക്കാം. ആ ഇൻഫർമേഷൻ എന്താണ്, ഈ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ സെയിം ആക്കിയിട്ടാണ് നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് Q2 എന്നുള്ള പോയിന്റിലേക്ക്. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്ന വ്യൂവിന്റെ ലെങ്ത് എപ്പോഴും സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ PQ എന്നുള്ള ലൈന് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ സെയിം ആക്കിയിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ കുറച്ച് അത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആക്കുന്നു. അപ്പൊ Q2 എന്നുള്ള പോയിന്റ് Q എന്നുള്ള പോയിന്റും വെർട്ടിക്കൽ പ്ലെയിനിന് സെയിം ഡിസ്റ്റൻസിലായിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾക്ക് ഇവിടെ ടോപ്പ് വ്യൂവിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ വ്യൂവിൽ ഫോം ചെയ്യുന്ന നമ്മുടെ രണ്ട് പൊസിഷനും ഓക്കെ കോമ്പസ് നമുക്കൊന്നും കൂടെ ഇവിടുന്ന് എടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്ന വ്യൂവിന്റെ Q2 എന്ന് പറയുന്ന പോയിന്റ് ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും Q എന്നുള്ള പോയിന്റും. അപ്പൊ അത് നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ Pയിൽ നമ്മുടെ കോമ്പസ് വെച്ച് അതിന്റെ ഡിസ്റ്റൻസ് Q2 ഡാഷ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾക്കൊരു ആർക്ക് വരയ്ക്കാം. ആർക്ക് will represent the length of front view of Q2 അല്ലെ. നമുക്കത് ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ആർക്ക് വരയ്ക്കാം. ആർക്ക് നമ്മൾ വരച്ചു. ഇനി അപ്പൊ ഈ ആർക്കും നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ Q1 വരച്ചപ്പോൾ കിട്ടിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു ക്യൂവിന്റെ ഹൈറ്റ് ഫ്രം XY ലൈൻ നമുക്ക് കിട്ടിയതാണ്. ഇപ്പൊ അതിന്റെ ലെങ്ത്തും കിട്ടി. അപ്പൊ അത് രണ്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും നമ്മുടെ Q എന്നുള്ള പോയിന്റ് ഫ്രണ്ട് വ്യൂ Q ഡാഷ്. അപ്പൊ നമ്മൾക്ക് Qവും Q ഡാഷും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾക്കത് നോക്കാം. അത് നമ്മൾ വരച്ച മെത്തേഡ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഈ Qവും Q ഡാഷും ഇറ്റ് ഷുഡ് ഫാൾ ഓൺ എ സ്ട്രെയിറ്റ് വെർട്ടിക്കൽ ലൈൻ. അപ്പൊ നമ്മൾ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെർട്ടിക്കൽ ലൈനിൽ ഇതിന്റെ പ്രൊജക്ഷൻ കിട്ടും. അപ്പൊ നമ്മൾ വരച്ചത് കറക്റ്റ് ആണെങ്കിൽ ഇത് ഏകദേശം നമ്മളിപ്പോ വരച്ച ലൈൻ ഏകദേശം വെർട്ടിക്കൽ ആയിട്ട് വരും. ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇതില് നിങ്ങളെ പെന്നും പേപ്പറും ഉപയോഗിച്ചിട്ട് ആക്ച്വൽ ഡ്രോയിങ് ഷീറ്റിൽ വരക്കുന്ന സമയത്ത് ലൈൻ എല്ലാ ആംഗിളൊക്കെ പ്രോപ്പർ ആയിട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് വെർട്ടിക്കൽ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് പ്രൊജക്ഷൻ വരച്ചോ, നിങ്ങൾ Q ഡാഷും Qവും ഐഡന്റിഫൈ ചെയ്തു, പ്രൊജക്ഷൻ വരച്ചില്ല. അപ്പൊ പ്രൊജക്ഷൻ വരയ്ക്കാൻ എന്ത് ചെയ്യണം, P ഡാഷും Q ഡാഷും ജോയിൻ ചെയ്യുക. അതാണ് ആക്ച്വൽ ഫ്രണ്ട് വ്യൂ ഓഫ് ദ ലൈൻ PQ. ഇനി Pയും Qവും ജോയിൻ ചെയ്യുക. ദാറ്റ് ഈസ് ദി ആക്ച്വൽ ടോപ്പ് വ്യൂ ഓഫ് ദ ലൈൻ PQ. അപ്പൊ ഈ Q1ഉം Q2ഉം നമ്മൾ എടുക്കുന്ന ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ആണ്. എന്തിനാണ്, ഈ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാൻ, ഈ Q എന്നുള്ള പോയിന്റ് ഇൻഫർമേഷൻസ് നമ്മൾക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സില് ലൈൻസിന്റെ പ്രൊജക്ഷൻ വരച്ചിട്ട് നമുക്ക് ഈ PQ എന്നുള്ള ലൈനിന്റെ എക്സാക്ട് പ്രൊജക്ഷൻ വരക്കുന്നത് ഇങ്ങനെയാണ്. ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഒന്നും കൂടെ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഈ എക്സ്പ്ലനേഷനിലൂടെ ഒക്കെ പോവുക. ഇത് മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചതോ ചെയ്ത് നോക്കുക. കാരണം ഇത് കുറച്ച് ട്രിക്കിയാണ്. ഒന്ന് ക്ലിക്ക് ആവാൻ നിങ്ങൾ ആലോചിച്ച് സമയമെടുത്ത് ഈ പ്രോബ്ലം വരച്ചു നോക്കണം. അങ്ങനെ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് പെട്ടെന്ന് വരക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ നമ്മൾ വരച്ച ആക്ച്വൽ പ്രൊജക്ഷൻ ഇവിടെയാണ്. നിങ്ങൾക്കിത് വിസിബിൾ ആണെന്ന് അറിയില്ല, ഞാൻ കുറച്ചൊന്ന് റീപൊസിഷൻ ചെയ്യാം. ഐ തിങ്ക് നൗ ഇറ്റ് ഈസ് ക്ലിയർ അല്ലെ. നമ്മൾ ഇപ്പൊ വരച്ച ഫിഗർ തന്നെയാണ്. ഞാൻ ജസ്റ്റ് അതൊന്ന് പറയാൻ വേണ്ടി, നമ്മൾ XY ലൈൻ വരച്ചിട്ട് ആദ്യം P ഡാഷും Pയും നമുക്ക് വരക്കാൻ പറ്റും. അത് 20 mm എബോവും 30 mm ബിലോ XY ലൈൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ Q1 എന്നുള്ള പോയിന്റിൽ കൺസിഡർ ചെയ്തിട്ട് Q1 ഡാഷും Q1ഉം വരക്കണം. അതെങ്ങനെയാ വരക്കുന്നത്, ലൈൻ ഈസ് അസ്യൂം ടു ബി ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള നമ്മുടെ വ്യൂ നമുക്ക് ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് Q1 ഡാഷ് ഐഡന്റിഫൈ ചെയ്യാം. അത് നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ Q1 കിട്ടും നമ്മൾക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ Q2 ഡാഷ് വരക്കണം. Q2 എന്നുള്ള പോയിന്റ് ഐഡന്റിഫൈ ചെയ്യണം. Q2 എങ്ങനെയാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, PQ എന്നുള്ള ലൈന്
റൊട്ടേറ്റ് ചെയ്ത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പാരലൽ ആക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള വ്യൂ, അതായത് ടോപ്പ് വ്യൂവിൽ നമുക്ക് അതിന്റെ ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും കിട്ടും. ഇവിടെ 30 ഡിഗ്രി എടുത്തിട്ട് പി നിന്ന് നമ്മൾ Q2 എന്നുള്ള പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ Q2 ഡാഷ് ഐഡന്റിഫൈ ചെയ്യണം. അത് നേരെ പ്രൊജക്ടർ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ P ഡാഷ് Q2 ഡാഷ് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ അത് വരച്ചതിന് ശേഷം നമ്മൾ ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് നോക്കിയിട്ടാണ് നമ്മൾ Q എന്നുള്ള പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ Q1 ഡാഷും Q ഡാഷും സെയിം ഹൈറ്റ് ഫ്രം XY ലൈൻ ആയിരിക്കും. കാരണം എന്താ, നമ്മൾ ലൈൻ Q1 എങ്ങനെയാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? Q1 നമ്മൾ ഈ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള PQ എന്ന ലൈനിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ മാറ്റാതെ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിന് Q1ലേക്കും Qയിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ലോക്കസ് ഓഫ് ലൈൻ Q ഡാഷ് Q1 ഡാഷിന്റെ ഹൈറ്റിൽ തന്നെ വരക്കാൻ പറ്റുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിൽ പാരലൽ ആക്കുന്ന സമയത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ മാറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ ടോപ്പ് വ്യൂ ലെങ്ത് മാറില്ല. കാരണം ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ മാറാത്തതുകൊണ്ട് ടോപ്പ് വ്യൂ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്ന വ്യൂ ആയ ടോപ്പ് വ്യൂ ലെങ്ത് മാറില്ല. അതുകൊണ്ടാണ് ഈ Q1 എന്നുള്ള പോയിന്റിന്റെ ലെങ്ത് തന്നെയാണ് നമ്മൾ PQ എന്നുള്ള പോയിന്റിനും ടോപ്പ് വ്യൂക്കും വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോക്കസ് ആർക്ക് ഓഫ് Q വരച്ചിട്ട് ആ ലെങ്ത്തിൽ നമ്മൾ Q എന്നുള്ള ഇത് മാർക്ക് ചെയ്തത്. അതേപോലെ Q2ന്റെ പ്രത്യേകത എന്താ, നമ്മൾ PQ എന്നുള്ള ലൈനിന്റെ HP-ക്കും VP-ക്കും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള PQ ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ മാറ്റി അത് പാരലൽ ആക്കും. പക്ഷെ വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ടുള്ള ഇൻക്ലിനേഷൻ മാറാത്തത് കൊണ്ട് ഇതിന്റെ ഈ Q2 എന്നുള്ള പറയുന്ന പോയിന്റിന്റെ ഡിസ്റ്റൻസ് ഫ്രം വെർട്ടിക്കൽ പ്ലെയിൻ റിമൈൻ സെയിം ആസ് Q. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ Q2 എന്നുള്ള പോയിന്റും Q എന്നും വെർട്ടിക്കൽ പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ് അത് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കാണ്, അത് സെയിം ആയതുകൊണ്ടാണ് ലോക്കസ് ലൈൻ ഓഫ് Q വരച്ചിട്ട് അതിലാണ് നമ്മുടെ Q ഉണ്ടാവുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ Q2 പറയുന്ന പോയിന്റ് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. കാരണം എന്താ, അത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ മാറ്റുന്നില്ല. അതുകൊണ്ട് വെർട്ടിക്കൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്ന വ്യൂ, അതായത് ഫ്രണ്ട് വ്യൂ ലെങ്ത് PQ-നും PQ2-നും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഈ Q2 ഡാഷിന് നമ്മൾ ഒരു അതേ ലെങ്ത് P ഡാഷിന് അതേ Q2 ഡാഷിലേക്കുള്ള ലെങ്ത് തന്നെ ആയിരിക്കും PQ ഡാഷ് എന്നുള്ള ലൈനും ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ലോക്കസ് ആർക്ക് ഓഫ് Q2 ഡാഷ് വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ലോക്കസ് ആർക്ക് ഓഫ് Q ഡാഷ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വരക്കുന്നത്. അപ്പൊ ഇതൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ പ്രൊജക്ഷൻ P ഡാഷ് Q ഡാഷും PQവും കിട്ടും. ഇനി ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ നോമൻക്ലേച്ചറും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരുപാട് തവണ നിങ്ങൾക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് വായിച്ചു പോവാം. കാരണം അത് കുറച്ചും കൂടെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇതൊക്കെ ഒരുപാട് തവണ ഈ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കി ചെയ്യുക, വരച്ചു നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഈ ഡയമെൻഷൻസ് ഒക്കെ മാറ്റിയിട്ടുള്ള പ്രോബ്ലംസ് ഇതർ നിങ്ങൾ ക്ലാസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് PI വർഗീസിന്റെ ഒക്കെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ ടെക്സ്റ്റിൽ ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് കിട്ടും. ഇതുപോലത്തെ പ്രോബ്ലംസ് ചെയ്തു നോക്കുക. നമ്മളിനി ഒരു പ്രോബ്ലം കൂടെ നോക്കും. ഈ വേറൊരു ഡാറ്റാസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് റിവേഴ്സ് ആയിട്ട് എങ്ങനെയാണ് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ അതെങ്ങനെയാണ് വരക്കേണ്ടത് നമുക്ക് അടുത്തത് നോക്കാം. ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, വരച്ചു നോക്കുക, സോ ദാറ്റ് ഈ ലോജിക് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. A straight line PQ has its end P 20 mm above the HP and 30 mm in front of the VP, and the end Q is 80 mm above the HP and 70 mm in front of VP. If the end projectors are 60 mm apart, draw the projections of the line, determine its true length and inclination with the reference planes. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. എന്തൊക്കെയാണ്? എഗെയിൻ ലൈൻ PQ ആണ് അത് തന്നിട്ടുണ്ട്. അതിൻ്റെ എന്തൊക്കെ ഡാറ്റയാണ് നമ്മൾ തന്നിട്ടുള്ള P എന്ന് പറയുന്ന പോയിന്റും അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ P ഡാഷും P നമുക്ക് തന്നിട്ടുണ്ട്. P ഡാഷ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ നമ്മൾക്ക് എന്താ ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത്? എപ്പോഴും ഫ്രണ്ട് വ്യൂവിൽ ഹൗ എബവ് ദ പോയിന്റ് ഈസ് ഫ്രം HP എന്നാണ് കാണുന്നത്. അത് 20 mm എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് P എന്ന് പറയുന്നത് P എന്ന പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. അത് ഫ്രണ്ട് വ്യൂവിൽ എപ്പോഴും കാണുന്നത്
ഹൗ മച്ച് ദ പോയിന്റ് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ്. അത് 30 mm തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന പോയിന്റും നമ്മൾക്ക് എക്സാക്ട്ലി തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ക്യൂ എന്ന പോയിന്റ് ഫ്രണ്ട് വ്യൂ ക്യൂ ഡാഷ് 80 mm എബവ് എച്ച് പി അല്ലെങ്കിൽ 80 mm എക്സ് വൈ ലൈനിന്റെ ഡിസ്റ്റൻസ് ആണ്. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇറ്റ് ഈസ് given to be 70 mm ഫ്രം ദി വെർട്ടിക്കൽ പ്ലെയിൻ. ഇത്രയും ഡാറ്റ നമ്മൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഡാറ്റയും കൂടെ തന്നിട്ടുണ്ട്. എൻഡ് പ്രൊജക്ടേഴ്സ് are 60 mm apart. ഇത്രയും ഡാറ്റ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 ഡാറ്റയാണ് ടിപ്പിക്കലി ക്വസ്റ്റ്യനിൽ തരിക. ഇവിടെയും 5 ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. പി എന്നുള്ള പോയിന്റിന്റെ എക്സാക്ട് ലൊക്കേഷനും ക്യൂ എന്നുള്ള പോയിന്റിന്റെ എക്സാക്ട് ലൊക്കേഷനും തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഡാറ്റ തന്നിട്ടുള്ളത് എൻഡ് പ്രൊജക്ടേഴ്സ് ആണ്. എൻഡ് പ്രൊജക്ടേഴ്സും നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഡാറ്റ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ലൈനിന്റെ പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഗിവൺ ഡാറ്റ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഗിവൺ ഡാറ്റ ഞാനിവിടെ സൈഡിൽ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ പ്രൊജക്ടേഴ്സ് വരയ്ക്കാം. അപ്പൊ പ്രൊജക്ഷൻ വരയ്ക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾ ആദ്യം എക്സ് വൈ ലൈൻ വരയ്ക്കുക. നിങ്ങളുടെ ആൻസർ ഷീറ്റിന്റെ ഹൊറിസോണ്ടലി ആയിട്ട് സ്കെയിൽ റൂളർ വെച്ചിട്ട് ഒരു കണ്ടിന്യൂസ് തിൻ ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ് വൈ ലൈൻ റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്യാം. റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്തിട്ട് എപ്പോഴും അത് ലേബൽ ചെയ്യാം എക്സ് വൈ എന്ന്. എന്നിട്ട് വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ഇൻഡിക്കേറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് വെർട്ടിക്കൽ പ്ലെയിൻ എബവും ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴെയായിരിക്കും എക്സ് വൈ ലൈനിന്റെ. ഇനി തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്, ഡയറക്ട്ലി വരയ്ക്കാൻ പറ്റുന്നത് ആദ്യം വരയ്ക്കാം. നമുക്ക് എന്തൊക്കെയാണ് ആദ്യം വരയ്ക്കാൻ പറ്റുന്നത്? നമുക്ക് പോയിന്റ് പി നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ഡയറക്ട്ലി വരയ്ക്കാൻ പറ്റും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് വരയ്ക്കാം. പി ഇസ് 20 mm above xy line, 30 mm below xy line. കാരണം വെർട്ടിക്കൽ പ്ലെയിനിന് 30 mm ഇൻ ഫ്രണ്ട് ആണ്. അപ്പോൾ അതിന്റെ ടോപ്പ് വ്യൂ 30 mm ബിലോ എക്സ് വൈ ലൈൻ പി എന്നും, അതിന്റെ ഫ്രണ്ട് വ്യൂ പി ഡാഷ് 20 mm എബവ് എച്ച് പി എന്നാണ്. അപ്പോൾ എക്സ് വൈ ലൈനിന് 20 mm എബവ്. ഇത് നമുക്ക് പി എന്നുള്ള പോയിന്റ് എക്സാക്ട് ലൊക്കേഷൻ വരക്കാം. നമ്മൾ നേരത്തെ വരച്ചതാണ്. ഇനി വരയ്ക്കാനുള്ളത് ക്യൂ എന്നുള്ള പോയിന്റ് ആണ്. അതിന്റെ പൊസിഷൻ ഫ്രം എച്ച് പി ആൻഡ് വി പി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. എക്സ് വൈ ലൈനിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. പക്ഷെ പി എന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾക്ക് അറിയില്ല. അപ്പൊ നമുക്കത് വരയ്ക്കാൻ പറ്റില്ല. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യാണ് എൻ പ്രൊജക്ടേഴ്സിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടില്ല. എന്താണ് ഈ എൻ പ്രൊജക്ടർ എന്ന് പറയുന്നത്? ഈ ലൈൻ പി ക്യൂ എന്ന് പറയുന്ന ലൈനിന്റെ എൻ പോയിന്റ്സ് ആണ് പിയും ക്യൂവും. അപ്പൊ എൻ പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ പിന്റെയും ക്യൂവിന്റെയും പ്രൊജക്ടേഴ്സ് ആണ്. അത് 60 mm അപ്പാർട്ട് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പിന്റെ പ്രൊജക്ടർ ഏതാണെന്ന് നമ്മൾക്ക് അറിയാം. പിന്റെ പ്രൊജക്ടർ ഇതാണ് അല്ലെ. ഇനി ക്യൂവിന്റെ പ്രൊജക്ടർ ഇവിടെ എവിടെയെങ്കിലും വരും. അപ്പൊ ക്യൂവിന്റെ പ്രൊജക്ടറിലേക്കുള്ള ഡിസ്റ്റൻസ് 60 mm ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് സിമ്പിൾ ആണ്. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാം? റൂളർ ഉപയോഗിച്ചിട്ട് 60 mm മാർക്ക് ചെയ്യാം. 60 mm ഇവിടുന്ന് വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 60 mm ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ ക്യൂ എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രൊജക്ടർ വരുന്നത്. കാരണം എൻ പോയിന്റ്സിന്റെ പ്രൊജക്ടേഴ്സിന്റെ ഡിസ്റ്റൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പ്രൊജക്ടർ വരയ്ക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര എബവ് അല്ലെങ്കിൽ എത്ര ബിലോ ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്യൂ ഡാഷ് 80 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്യൂ ഡാഷ് ഈസ് 80 mm ഫ്രം എച്ച് പി. അപ്പൊ മുകളിലോട്ട് 80 mm മുകളിലോട്ട് നമുക്ക് നമ്മുടെ ക്യൂ ഡാഷ് എന്നുള്ള പോയിന്റ് എക്സ് വൈ ലൈനിന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ഈ പ്രൊജക്ടർ മുകളിലോട്ട് നമ്മൾ ഒരു 80 mm എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്കിത് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 80 mm എബവ് ആയിട്ട് നമുക്ക് ഒരു കണ്ടിന്യൂസ് തിൻ ലൈൻ വരക്കാം. കളർ ബ്ലാക്ക് ചെയ്യാം. 80 mm എബവ് കണ്ടിന്യൂസ് തിൻ ലൈൻ മുകളിലോട്ട് വരച്ചു. ഇനി താഴോട്ടും കൂടെ നമ്മൾ വരക്കണം. അത് 70 mm ആണ്. കാരണം 70 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് പോയിന്റ് ക്യൂ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ലൈന് നമുക്ക് താഴോട്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം.
70 mm ബിലോ ആണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂസ് തിൻ ലൈൻ ഉപയോഗിച്ചിട്ട് 70 mm ബിലോയും കൂടെ വരച്ചു. അപ്പൊ ഇതാണ് ക്യൂ എന്നുള്ള പോയിന്റ് പ്രൊജക്ടേഴ്സ്. അപ്പൊ അതിന്റെ ടോപ്പിൽ നമ്മൾക്ക് ക്യൂ ഡാഷ് ടോപ്പ് വ്യൂവും താഴെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ക്യൂവും വെർട്ടിക്കൽ പ്ലെയിനിൽ ക്യൂ ഡാഷ് അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് കിട്ടുക. അപ്പൊ നമ്മൾ ക്യൂ ഡാഷും ക്യൂവും ലൊക്കേറ്റ് ചെയ്തു. ഇനി പ്രൊജക്ടേഴ്സ് വരക്കാൻ ജസ്റ്റ് അത് ജോയിൻ ചെയ്താൽ മതി അല്ലേ. അത് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് തിക്ക് ലൈൻ, ഇപ്പോൾ ഞാൻ വരച്ചത് തിൻ ലൈൻ ആണ്, അത് മാറ്റിയിട്ട് തിക്ക് ലൈൻ ആയിട്ട് വരക്കുക. കാരണം ഇതാണ് ആക്ച്വൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രൊജക്ഷൻ വരക്കാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു. കാരണം എൻ പ്രൊജക്ടേഴ്സിന്റെ ഡിസ്റ്റൻസും ക്യൂ എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രൊജക്ഷൻ എളുപ്പത്തിൽ വരക്കാൻ പറ്റി. പക്ഷെ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? വി ഹാവ് ടു ഫൈൻഡ് ദ ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് പ്ലെയിൻ. ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് പ്ലെയിനും കൂടെ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മളിപ്പോ വരച്ചതിൽ പറ്റുമോ? ഈ പി ഡാഷ് ക്യൂ ഡാഷ് ആണോ ഇതിന്റെ ട്രൂ ലെങ്ത്, അതോ പി ക്യൂ ആണോ ഇതിന്റെ ട്രൂ ലെങ്ത്? രണ്ടും ട്രൂ ലെങ്ത് ആയിരിക്കില്ല. കാരണം ദ ലൈൻ ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ അല്ലെ. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണ്, വെർട്ടിക്കൽ പ്ലെയിനിലും ഇൻക്ലൈൻഡ് ആണ്. അതുകൊണ്ടാണ് രണ്ട് വ്യൂവിലും നമ്മൾക്ക് ലൈൻ വിച്ച് ഇസ് പാരലൽ ടു എക്സ് വൈ ലൈൻ കിട്ടാത്തത്. അപ്പം ഏതെങ്കിലും ഒരു വ്യൂവിൽ ലൈൻ എക്സ് വൈ ലൈനിന് പാരലൽ ആയിരുന്നെങ്കിൽ നമ്മൾക്ക് അത് ഏതെങ്കിലും ഒരു റെഫറൻസ് പ്ലെയിനിന് പാരലൽ ആണെന്ന് പറയാൻ പറ്റുമായിരുന്നു അല്ലെ. ഇപ്പൊ ടോപ്പ് വ്യൂവിൽ നമ്മൾക്ക് അതിന്റെ എക്സ് വൈ ലൈനിന് പാരലൽ ആയിട്ടാണ് കാണുന്നതെങ്കിൽ, ടോപ്പ് വ്യൂവിൽ എക്സ് വൈ ലൈനിന് പാരലൽ ആയിട്ടാണ് കാണുന്നതെങ്കിൽ അത് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആണെന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ എക്സ് വൈ ലൈനിന് പാരലൽ ആയിട്ടാണ് നമ്മുടെ പ്രൊജക്ഷൻ വന്നിരുന്നതെങ്കിൽ അത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആവുകയാണെന്ന് നമുക്ക് പറയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്ലെയിനിൽ ഫോം ചെയ്യുന്ന വ്യൂ അതിൽ ട്രൂ ലെങ്ത് നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതായിരുന്നു അതിന്റെ ട്രൂ ലെങ്ത്. പക്ഷെ ഇവിടെ രണ്ട് ലൈനിനും രണ്ട് പ്ലെയിനും ഇൻക്ലൈൻഡ് ആണ്. അതുകൊണ്ടാണ് ഇതുപോലെ ലൈൻ വന്നത്, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈന് പ്രൊജക്ഷൻ ആയിട്ട് വന്നത്. അതുകൊണ്ട് നമുക്ക് ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും ഈ വരച്ചിരിക്കുന്ന പ്രൊജക്ഷനും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്സ് ഉപയോഗിച്ച്, റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇത് Q1 എന്നുള്ള പൊസിഷനിലേക്കും Q2 എന്നുള്ള പൊസിഷനിലേക്കും ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാം ആ Q1 എന്നുള്ള പൊസിഷൻ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലാണ്, Q2 എന്നുള്ള പൊസിഷൻ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലാണ്. അപ്പൊ ആ പൊസിഷനിൽ നമുക്ക് ഇതിന്റെ ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം Q1 കൺസിഡർ ചെയ്യാം. അതായത് Q1 എന്നുള്ള ഓറിയന്റേഷൻ ഓഫ് ദിസ് ലൈൻ കൺസിഡർ ചെയ്യാം. Q1 ഓറിയന്റേഷൻ കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈനിനെ എന്ത് ചെയ്യണം? പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആക്കണം, പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് മാറ്റണം. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആയിട്ട് മാറ്റുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഇൻക്ലിനേഷൻ, ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കുള്ള ഇൻക്ലിനേഷൻ നമ്മൾ അതുപോലെ തന്നെ വെച്ചിട്ട് ഈ ലൈനിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഈ പോയിന്റ് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ പ്ലെയിനിന് Q2ലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. കാരണം ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഇൻക്ലിനേഷൻ നമ്മൾ മാറ്റുന്നില്ല. അപ്പൊ നമ്മളിപ്പം വരക്കാൻ പോകുന്ന പോയിന്റ് Q1 എവിടെ ആയിരിക്കും? ഈ Q ഡാഷിന്റെ അല്ലെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ വരുന്നത് ഈ Q ഡാഷിന്റെ ഞാൻ ബ്ലാക്ക് ലൈൻസ് ഉപയോഗിച്ചിട്ട് ഒന്ന് വരയ്ക്കാം. നമ്മളൊരു തിൻ ലൈൻ Q ഡാഷിൽ ഒരു ലോക്കസ് വരയ്ക്കാം. ആ ലോക്കസിലായിരിക്കും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന Q1 ഉണ്ടാവുക. കാരണം എന്താ? അതിന്റെ ലോജിക്ക് എന്താണ്? നമ്മൾ PQ എന്നാണ് ലൈന്, അതാണ് നമ്മൾ ഇവിടെ ഓൾറെഡി വരച്ചിരിക്കുന്നത്. ഇനി അത് ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ, പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിലെ ഇൻക്ലിനേഷൻ കുറച്ചത് പാരലൽ ടു VP ആക്കണം. അപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ഇൻക്ലിനേഷൻ നേരത്തെ പോലെ തന്നെയാണ്. അപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് Q എന്നുള്ള പോയിന്റിലേക്കും Q1 എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ Q ഡാഷും Q1 ഡാഷും സെയിം ഹൈറ്റ് ഫ്രം XY ലൈൻ ആയിരിക്കും അല്ലെ. XY ലൈനിന് എബോവ്, അതായത് HP എന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പൊ XY ലൈനിലെ എബോവ് Q ഡാഷും Q1 ഡാഷും സെയിം ഡിസ്റ്റൻസിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേറെന്താ നമുക്ക് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്?
നമ്മൾ ഈ Q1 എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്തത്? ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഇൻക്ലിനേഷൻ മാറ്റാതെ വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ മാറ്റി അല്ലെ. അപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ മാറാത്തതുകൊണ്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്ന വ്യൂ എപ്പോഴും ഒരേ ലെങ്ത് തന്നെ ആയിരിക്കും. അപ്പൊ ഈ PQ എന്നുള്ള ലെങ്ത് തന്നെ ആയിരിക്കും നമ്മുടെ Q1 എന്നുള്ള പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടോപ്പ് വ്യൂവിൽ ഉണ്ടാവുക. ലെങ്ത് സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെ അതിന്റെ റിവേഴ്സ് പ്രോസസ് ആണ് ഇവിടെ. കാരണം നമ്മൾക്ക് ട്രൂ ലെങ്ത് നമ്മൾക്ക് പ്രൊജക്ഷൻ ഓൾറെഡി ആദ്യം വരക്കാൻ പറ്റും. പിന്നെ അതിന്റെ ട്രൂ ലെങ്ത് കാണാൻ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയിനിന് പാരലൽ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ ചെയ്ത മെത്തേഡിന്റെ നേരെ റിവേഴ്സ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ Q1 ആണ് ഇപ്പൊ Q1 പൊസിഷൻ ആണ് വരക്കുന്നത്. Q1 പൊസിഷനിൽ എന്താ പ്രത്യേകത? ഇറ്റ് ഈസ് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ കുറച്ച് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആക്കുന്നു. ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഇൻക്ലിനേഷൻ നമ്മൾ മാറ്റുന്നില്ല. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ മാറ്റാത്തതുകൊണ്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്ന വ്യൂ അത് സെയിം ആയിരിക്കും. അപ്പൊ Q എന്നുള്ള പോയിന്റും Q1 എന്നുള്ള പോയിന്റേയും ആ ലെങ്ത് PQവും PQ1ഉം സെയിം ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാ? PQ എന്നുള്ള ഡിസ്റ്റൻസിൽ ഒരു കോമ്പസ് വെച്ചിട്ട് നമ്മളൊരു ആർക്ക് വരച്ചാൽ മതി. ആർക്ക് ആ ലെങ്ത് തന്നെ ആയിരിക്കും നമ്മുടെ Q1 എന്നുള്ള പോയിന്റിന്. ഇനി ഒരു കാര്യം നമ്മൾക്ക് ഓൾറെഡി അറിയാം. ഈ Q1 എപ്പോഴും എവിടെയാ ഫോം ചെയ്യുക? ഈ Q1 എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആണ് അല്ലെ. വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആണ് Q1 എന്നുള്ള PQ1 എന്നുള്ള ലൈന്. വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആകുമ്പോൾ അതിന്റെ ടോപ്പ് വ്യൂ എപ്പോഴും XY ലൈനിന് പാരലൽ ആയിരിക്കും. അപ്പൊ XY ലൈനിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ Q1 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ നമ്മൾക്ക് ഒരു XY ലൈനിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. അതും ഈ നേരത്തെ വെച്ച ലെങ്ത് നമ്മൾക്ക് ഓൾറെഡി ലെങ്ത് PQ ആണെന്ന് തന്നെ അറിയാം. അപ്പൊ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾക്ക് Q1 ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് Q1 ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് തിക്ക് ലൈൻ ആയിട്ട് വരക്കാം. PQ1 തിക്ക് ലൈൻ ആയിട്ട് വരക്കാം. തിക്ക് ലൈൻ ആയിട്ട് PQ1 വരക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? Q1 ഡാഷ് വരക്കണം. Q1 ഡാഷ് എങ്ങനെയാ വരക്കുക? നമ്മൾ നേരത്തെ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത പോലെ അതിന്റെ ഹൈറ്റ് നമ്മൾക്ക് ഓൾറെഡി അറിയാം. അപ്പൊ നമ്മളൊരു തിൻ പ്രൊജക്ഷൻ ലൈൻ നേരെ മുകളിലോട്ട് വരച്ചിട്ട് ഈ Q1 ഡാഷിന്റെ ഹൈറ്റ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് Q1 ഡാഷ് കിട്ടും. ഇനി ഇത് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തിക്ക് ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. തിക്ക് ലൈൻ യൂസ് ചെയ്തിട്ട് P ഡാഷും Q1 ഡാഷും ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മൾക്ക് Q1 എന്നുള്ള ലൊക്കേഷന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ ട്രൂ ലെങ്ത് നമ്മൾക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ട്രൂ ലെങ്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇത് വരച്ചതിന് ശേഷം ഈ P ഡാഷ് Q1 ഡാഷ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൂ ലെങ്ത് ഓഫ് ലൈൻ PQ കിട്ടും. പിന്നെ അതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ കിട്ടും. എന്താ? ഇൻക്ലിനേഷൻ കിട്ടും. ഇൻക്ലിനേഷൻ ഏത് ഇൻക്ലിനേഷനാണ് കിട്ടുക? നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലാണ് വരക്കുന്നത്, ഫ്രണ്ട് വ്യൂ ആണ് വരക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് അത് മേക്ക് ചെയ്യുന്ന തീറ്റ ഇൻക്ലിനേഷൻ എത്രയാണെന്ന് നമുക്ക് ഇതിൽ മെഷർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും Q1 എന്നുള്ള പോയിന്റ് നമുക്ക് PQ1 എന്നുള്ള ലൈന് നമുക്ക് തരും. എന്താ? ട്രൂ ലെങ്ത്തും ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു HPയും തരും. കാരണം PQ1 എന്ന് പറയുന്ന ലൈന് ഇറ്റ് ഈസ് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ. ഇനി ഇതേ പ്രൊസീജിയർ ഒന്നും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് Q2 ഐഡന്റിഫൈ ചെയ്യാം. Q2ന്റെ പ്രൊജക്ഷൻ PQ2 പ്രൊജക്ഷൻ വരക്കാൻ പറ്റും. അതിൽ നിന്ന് ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ പ്ലെയിൻ വരക്കാം. അതിനുള്ള പ്രൊസീജിയർ എന്താ? നമ്മൾ Q2 PQ എന്നുള്ള ലൈനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആക്കണം. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആക്കുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിലെ ഇൻക്ലിനേഷൻ മാറുന്നില്ല. വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ മാറാത്തതുകൊണ്ട് എന്തൊക്കെയാണ് അതിലെ എഫക്റ്റ് സംഭവിക്കുന്നത്? ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് Q2 from vertical plane is same as distance of point Q from the vertical plane. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് എപ്പോഴും എവിടെയാ കാണുക? ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും കാണുക. അപ്പോൾ ഈ നമ്മളിപ്പോൾ വരക്കാൻ പോകുന്ന Q2 എന്ന് പറയുന്ന ലൈന് അതിന്റെ ഡിസ്റ്റൻസ് ഫ്രം വെർട്ടിക്കൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കാണും. അപ്പോൾ ഈ Q എന്നുള്ള പറയുന്ന ലൈനിന്റെ അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും
Q2. അപ്പോൾ ഈ ഒരു ലൈനിലായിരിക്കും Q2 വരുന്നത്. എവിടെയാണോ നമുക്കത് എക്സാക്ട്ലി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇവിടെ ആയിരിക്കും. ഇനി വേറൊരു കാര്യം കൂടെ നമുക്കറിയാം, എന്താ, നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലിനേഷൻ മാറാത്തതുകൊണ്ട് വെർട്ടിക്കൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്ന വ്യൂ അതിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. ഇപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്ന വ്യൂ എന്താണ്? വെർട്ടിക്കൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഡിസ്റ്റൻസ് മാറില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ ഡിസ്റ്റൻസ് ഇവിടെ ഓൾറെഡി അറിയാം. P ഡാഷ് Q ഡാഷ് എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ കോമ്പസ് എടുത്ത് മെഷർ ചെയ്ത് നമുക്ക് അത് കോമ്പസിൽ മെഷർ ചെയ്ത് നമുക്കൊരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും, അത് ആ ലെങ്ത് തന്നെ ആയിരിക്കും നമ്മുടെ Q2 PQ2 എന്ന് പറയുന്ന ലൈനിന്റെ ഫ്രണ്ട് വ്യൂക്കും ഉണ്ടാവുക. അപ്പൊ അത് നമുക്ക് ഈ ആർക്ക് വരയ്ക്കാൻ പറ്റും. ഇനി ഈ PQ2 എന്ന് പറയുന്ന ലൈൻ ഇറ്റ് ഈസ് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ എപ്പോഴും പാരലൽ ടു XY ലൈൻ ആയിരിക്കും. അപ്പൊ ഫ്രണ്ട് വ്യൂ പാരലൽ ടു XY ലൈൻ ആയതുകൊണ്ട് നമ്മൾ XY ലൈനിന് പാരലായിട്ട് ഒരു പ്രൊജക്ഷൻ ലൈന് വരക്കുക. അത് നമ്മുടെ നേരത്തെ വരച്ച ആർക്കുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ Q2 ഡാഷ് Q2 എന്ന പോയിന്റ് ഫ്രണ്ട് വ്യൂ Q2 ഡാഷ് കിട്ടും. ഇനി അത് നമ്മൾ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അതിന്റെ ഡിസ്റ്റൻസ് ഫ്രം XY ലൈൻ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് പോയിന്റ് Q2 അതിന്റെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടും. ഇനി നമ്മൾക്കൊരു തിക്ക് ലൈൻ ഉപയോഗിച്ചിട്ട് PQ2 ജോയിൻ ചെയ്യാം. അപ്പൊ എഗെയിൻ നമുക്ക് ഈ PQ2 മെഷർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് ട്രൂ ലെങ്ത് കിട്ടണം. അപ്പൊ നിങ്ങൾ ഇത് വരച്ചു കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ മെഷർ ചെയ്യാം? PQ2 മെഷർ ചെയ്യാം. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു P ഡാഷ് Q1 ഡാഷ് ബോത്ത് ഷുഡ് ബി ഈക്വൽ ടു ട്രൂ ലെങ്ത്. അപ്പൊ നിങ്ങൾ എക്സാക്ട് പ്രോപ്പർ ആയിട്ടാണ് വരച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത് ഈക്വൽ ആയിട്ട് കിട്ടും. ആൻഡ് ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ പ്ലെയിൻ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനുള്ള ഈ Q2 എന്ന് പറയുന്ന PQ2 എന്ന് പറയുന്ന ലൈനിന്റെ ഇതായിട്ട് ഇവിടെ 5 മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് ട്രൂ ലെങ്ത്തും ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ പ്ലെയിനും ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിനും ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ ഫോളോ ചെയ്തത് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് ആണ്. ലൈനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ആദ്യം പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആക്കും Q1 എന്നുള്ള പോയിന്റിലേക്ക്, പിന്നെ അത് തിരിച്ച് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആക്കും Q2 എന്ന് പറയുന്ന പോയിന്റിലേക്ക്. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആക്കുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ആംഗിൾ നമ്മൾ സെയിം ആയിട്ട് കീപ്പ് ചെയ്യും, അത് മാറ്റില്ല. ഇനി ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആക്കുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആംഗിൾ ഇൻക്ലിനേഷൻ സെയിം ആയിരിക്കും, അത് മാറില്ല. അപ്പൊ ഈ രണ്ട് ഫീച്ചേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ എക്സാക്ട് ലൊക്കേഷനും ട്രൂ ലെങ്ത്തും ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഈ ലോജിക്ക് ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നു. ആയില്ലെങ്കിൽ ഒന്നും കൂടെ അത് കാണുക, എന്നിട്ട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്ന പ്രോബ്ലംസും പിന്നെ ടെക്സ്റ്റ് ബുക്ക് സ്റ്റാൻഡേർഡ് PI വർഗീസ് പോലുള്ള സ്റ്റാൻഡേർഡ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസും നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതൊക്കെ നോക്കിയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിനിലെ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യുന്നത്. സോ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ്. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലെ രണ്ട് വേരിയേഷൻ ഓഫ് പ്രോബ്ലംസ് നമ്മൾ നോക്കി. പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ ഇനി വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് സെപ്പറേറ്റ് പ്രോബ്ലംസ് എക്സാമിന്റെ സമയത്ത് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ഉണ്ടാവും, അതിൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് വരില്ല, പക്ഷെ നിങ്ങളുടെ സീരീസിനൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പം. അത് കഴിഞ്ഞിട്ട് പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പക്ഷെ അത് പഠിക്കണമെങ്കിൽ ലൈൻ ബാക്കി എല്ലാ ഓറിയന്റേഷനുള്ള ലൈനിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കണം. ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാതെ ഇതുപോലെ ലോജിക് അനുസരിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് നാച്ചുറൽ ആയിട്ട് എക്സാമിന് സമയത്ത് നാച്ചുറൽ ആയിട്ട് ഈ സ്റ്റെപ്സ് ഓർത്തെടുത്ത് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂൾ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ